അടുത്ത ദിവസങ്ങളിൽ. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്വപ്ന വ്യാഖ്യാനം നൽകിയ യൂസുഫ് പ്രവാചകൻ അലൈഹിസ്സലാമയ്ക്ക് കാരാഗ്രഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. അദ്ദേഹത്തെ മിസ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കി. കാർഷിക രംഗത്ത് വിപ്ലവകരമായ കുറേ സന്ദേശങ്ങൾ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ മിസ്ർ ആ കാലഘട്ടത്തിൽ ലോക ശ്രദ്ധയിലേക്ക് വരികയായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ കഥാപാത്രമായ സലീക്ക എവിടെയാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നൽകിക്കോളൂ. നിങ്ങൾ ഒരുപാട് തവണ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പ്രഭാഷണങ്ങളിലോ പുസ്തകങ്ങളിലോ പഴയ കഥാപ്രസംഗങ്ങളിലോ കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്കൊരവസരം തരികയാണ്. ഈ യൂസുഫ് നബി അലൈഹി സ്വലാം ഭരണത്തിലിരിക്കുകയും ഭരണം ഏതാണ്ട് 7 വർഷങ്ങളൊക്കെ പിന്നിടുകയൊക്കെ ചെയ്യുമ്പോൾ സലീക്ക ബീവി അപ്പോൾ എവിടെയാണ്, എന്താണ് അവരുടെ അവസ്ഥ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറിയൊരു സമ്മാനം ഞാൻ അതിന് ഓഫർ ചെയ്യാണ്. ചെറിയൊരു സമ്മാനം. നമ്മുടെ അന്നത്തെ മത്സരത്തെ പോലെ 1 പവൻ സ്വർണം തരില്ല, ചെറിയൊരു സമ്മാനം ഓഫർ ചെയ്യാണ്. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാൾക്ക് 1 തവണ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഉത്തരം കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളല്ല. ഉത്തരം 1 തവണ മാത്രമാണ്. മുസ്ലിന മഹമ്മൂദ് ഗൂഗിൾ പേ നമ്പർ ഇവിടെ നമ്മുടെ അഡ്മിൻ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പറാണ് കേട്ടോ. അഡ്മിൻ്റെ മാത്രമാണ് നമ്മുടെ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും കയറി ഏതെങ്കിലും ഗൂഗിൾ പേ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ. ശാബദങ്ങൾ ഇട്ടിട്ടുണ്ട്, മുഹമ്മദ് ഷഹീർ മണൽ ഇട്ടിട്ടുണ്ട്, അന്തു ഇട്ടിട്ടുണ്ട്, അനിഷാദ് ഇട്ടിട്ടുണ്ട്. ഒക്കെ ഒരേ നമ്പർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അബ്ദുൽ ഹക്ക് മുഹമ്മദ്, അജാസ് കരീം. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സലീക്ക ബീവിയുടെ അവസ്ഥ എന്താണ്? അതാരും എവിടെയും പരാമർശിക്കുന്നില്ലല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും സലീക്ക ബീവിയുടെ? പിന്നെ ആരും അതിനെക്കുറിച്ച് പറയണില്ല. അതുകൊണ്ട് കൊട്ടാരത്തിൽ എന്ന് അബ്ദുൾ റസാഖ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ എന്ന് സാജിദ കിഴക്കി വീട്ടിൽ ഇല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല. അതുവരെയുള്ള ഒരു ദീർഘകാലയളവിലെ കാര്യം ഞാൻ ചോദിച്ചത്. അന്തുവിൻ്റെ ഇട്ടാൽ പോരെ. എല്ലാവരും ഒരു നമ്പർ തന്നെ ഇടുന്നുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ആ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ മൗനം അതിനാണ്. വീട്ടിലുണ്ട്. ഏത് വീട്ടിലുണ്ട്? വാർദ്ധക്യത്തിലെത്തിയിരുന്നു അഫീഫ MP ആണോ? ആരോഗ്യം ക്ഷയിച്ചു വൃദ്ധയായി എന്ന് മജ്നു ഖൈസ്. കൊട്ടാരം വിട്ടുപോയി എന്ന് അൻവർ പൊട്ടിക്കൽ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന് മുസമ്മിൽ സലാം. രാജാവിൻ്റെ ഭാര്യയാണ് എന്ന് ഷാജി. മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു എന്ന് നിഹാദ് മുഹമ്മദ് റാഹിൽ. ഉമ്മ എപ്പോഴും ഉസ്താദിൻ്റെ വീഡിയോ കാണും. മുഹമ്മദ് റാഹിൽ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. കുടുംബത്തിന് അള്ളാഹു സന്തോഷം നൽകട്ടെ. എൻ്റെ അന്വേഷണം അവരോട് പറയും. ഇഷ്ക് മദീന വയോവൃദ്ധയായി എന്ന് അജാസ് കരീം അറിയില്ല എന്നുള്ള നല്ല മറുപടിയാണ്. എനിക്കറിയില്ല എന്നുള്ളത് നല്ല മറുപടിയാണ്. നിസുൽ എൽമിലാതിരി, പകുതി വിജ്ഞാനമാണ്, എനിക്കറിയില്ല എന്ന് പറയുന്നത്. മുഹ്സിന മുഹമ്മദ് രോഗശയ്യയിൽ. അനൂബ് റഹ്മാൻ കൊളത്തൊടി അസീസ് രാജാവിൻ്റെ ഭാര്യയാണ്. ലത്തീഫ് കുന്നുപുറം വൃദ്ധയായി വീട്ടിലായിരുന്നില്ലേ? ഇങ്ങോട്ട് ചോദ്യം വേണ്ട, ഉത്തരം മതി. പ്രേമനൈരാശ്യത്തിലായിരുന്നു എന്ന് യൂനുസ് ബാക്കവി അകലാട്. സുലൈബ ബീവിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നു എന്ന് ശിഹാബ് തങ്ങൾ എളമ്പുലാശ്ശേരി. അല്ല, 251 ആളുകൾ അവർക്കറിയുന്നൊരു ഉത്തരം നിങ്ങൾക്ക് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവുമല്ലോ. രോഗിയായി എന്ന് ഭീമ റാഫി. അസ്സലാം ഉണ്ടാക്കാൻ വലൈക്കും സ്ലാം. ഷംനാദ് കൊല്ലം വലൈക്കും സ്ലാം. രോഗിയായിരുന്നു എന്ന് ബിന്തു മുഹമ്മദ്. സഫീർ സഫു, എന്താണ് ചോദ്യം എന്ന്? എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ, യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോഴൊക്കെ ഖദീജ വൃദ്ധയായ സമയത്ത് യൂസുഫ് നബിയെ പ്രണയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു ഖദീജ ജെ. ഷംസീർ അബൂർ,
സുഖമില്ല, വീട്ടിലായിരിക്കുന്നു. ഉസ്താദെ കടം വേണ്ടാന്ന് പറയാം. ഏതിനൊക്കെ മറുപടി പറയാം. അള്ളാഹു കട അവരുടെ നമ്മുടെയൊക്കെ വിട്ടട്ടെ. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം 7 കൊല്ലം ക്ഷേമകാലത്ത് ഭരിച്ചില്ലേ? ആ സന്ദർഭത്തിൽ സലീഖയുടെ ഒരു ചരിത്രവും ആരും എവിടെയും പരാമർശിക്കുന്നില്ലല്ലോ. അപ്പോൾ സലീഖ ബീബി എവിടെയായിരുന്നു? വയോവൃദ്ധയായി കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു എന്ന് ഒരാൾ. ഏത് കൊട്ടാരത്തിൽ? അജാസ് കരീം വാർത്തകത്തിലായിരുന്നു. നിങ്ങൾ ഒരിക്കൽ ഉത്തരം പറഞ്ഞതാണ്. ഒരാൾക്ക് ഒരവസരമേ ഉള്ളൂ. വൃദ്ധയായി അലിഞ്ഞു നടക്കായിരുന്നു ഹില്ലർ. ഷെഫീഖ് പുന്നക്കാടൻ എവിടെയായിരുന്നു? ആഹാ, ഇങ്ങോട്ട് വന്ന് ചോദിക്കുക എവിടെയായിരുന്നു എന്ന്. ഹഫ്സ വൃദ്ധയായ അവസ്ഥയിലായിരുന്നു. നിങ്ങൾ ഒരു തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉത്തരം ഒരു തവണ കമൻറ്റ് ചെയ്താൽ മതി. ഈ ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവും ജസ ഹാഷ്മി അറിയില്ല. താങ്ക് യു. അറിയില്ല എന്നുള്ളത് നല്ല മറുപടിയാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഈ യാത്രയിൽ? നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. നല്ല ശ്രദ്ധയോടെ കാത്തിരുന്നോളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൃദ്ധയായിട്ടും യൂസുഫ് നബിയെ അന്ധമായി പ്രണയിച്ച് ജീവിക്കുകയായിരുന്നു റോസ്ന റിഷാൽ. ഹംസ വടക്കാൻ സിറ്റി. നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ. വടക്കൻ സിറ്റി. ഓക്കെ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാർഷികമായ നയങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ തോറ്റു യൂസുഫ് അകലാട്. നല്ലൊരു കുടുംബിനിയായി കഴിയുകയായിരുന്നു മൂസക്കുട്ടി. ആ ഒരു ചരിത്രം മാത്രം കേട്ടിട്ടില്ല എന്ന് മുഹമ്മദ് ബഷീർ മഞ്ചേരി. അതാണ് നമ്മൾ കേൾക്കാത്തത് പറയാന്നുള്ളതാണല്ലോ നമ്മുടെ എക്കാലത്തെയും പോളിസി. ഇന്നലെ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അസീസ് രാജാവ് മരിച്ചു എന്ന് ഞാൻ ഇടയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് കൊട്ടാരത്തിലെ കഴിഞ്ഞു എന്നുള്ളവരൊക്കെ കൊട്ടാരത്തിൽ പറഞ്ഞവർ പറയേണ്ടതാണ്. ഹബീബിങ്ങളെ, അള്ളാഹു യൂസുഫ് നബി അലൈഹി സ്വലാമെ ഇന്നത്തെ രാത്രിയോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം, ജയിൽ മോചിതനായതിനു ശേഷം, ജയിലായിരിക്കുമ്പോൾ തോഴിയെ വിട്ട് പലപ്പോഴും ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കുറ്റബോധം കൊണ്ട് നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്ന സലീഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ജയിൽ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് ഒക്കെ ധാരാളമായി അന്വേഷിച്ചിരുന്നു. വളരെ പെട്ടെന്നായിരുന്നല്ലോ അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയും അധികാരസ്ഥലത്തിലെത്തുകയും അവിടുത്തെ കാർഷിക വകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പിൻ്റെയും സിവിൽ സപ്ലൈസിൻ്റെയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്ത്. ഇന്നലെ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷം കുറെ കാലം കഴിയുന്നതുവരെ യൂസുഫ് നബി അലൈഹി സ്വലാം സലീഖയെ കണ്ടിട്ടില്ല. സലീഖയുടെ ശരിക്ക് ജന്മഗ്രാമം എന്ന് പറയുന്നത് നാട് എന്ന് പറയുന്നത് യമൻ ആയിരുന്നു. യമൻ, ഇത് ഈജിപ്താണ്, യമനിലായിരുന്നു. അപ്പോൾ ഒരു പ്രമുഖമായ അഭിപ്രായ പ്രകാരം, 2 അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരഭിപ്രായം ഞാൻ പറയാം. ഒരഭിപ്രായ പ്രകാരം അസീസ് മരിച്ചപ്പോൾ, ഇപ്പോൾ അസീസ് മിസറായി ഭരണത്തിലിരിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. അതായത് ഈജിപ്തിൻ്റെ മൊത്തം പ്രധാനമന്ത്രിയല്ല, ഒരു പ്രവിശ്യയുടെ, മിസർ ഉൾക്കൊള്ളുന്ന ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയാണ്. നമ്മൾ ആ ചരിത്രം പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈജിപ്തിൻ്റെ അന്നത്തെ രാജാവിൻ്റെ പേര് റയ്യാൻ എന്നാണ് കേട്ടോ. ഈ അസീസ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ മിസ്ർ ഭരിക്കുന്ന രാജാവിൻ്റെ ഒരു ഡെസിഗ്നേഷനാണ് അസീസ് മിസ്ർ എന്ന് പറഞ്ഞാൽ. അല്ല, സലീഖ ബിയുടെ ഭർത്താവിന് മാത്രമുള്ളൊരു പേരല്ല അസീസ്. അവരുടെ ഭർത്താവിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. അതൊക്കെ പരീക്ഷയിൽ ചോദ്യം വരും. അപ്പോൾ ഇപ്പോഴത്തെ അസീസ് മിസർ യൂസുഫ് നബി അലൈഹി സ്വലാമയാണ്. അപ്പോൾ ജയിൽ മോചിപ്പിക്കപ്പെട്ട ശേഷം സലീഖ ബീവി യൂസുഫ് കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല.
യമനിലായിരുന്നു സലീഖ ബീവിയുടെ ജന്മനാട് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകാരം അസീസ് മരിച്ചപ്പോൾ സലീഖ ബീവി യമനിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ്. 2 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഒന്ന്, യൂസുഫ് നബി അലൈഹിസ്സലാമെ തനിക്കൊരിക്കലും പ്രാപിക്കാൻ കഴിയുകയില്ല, ലഭിക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ കഴിയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഇനി അങ്ങനെ പ്രീണിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും കഴിയില്ല എന്ന് ഉറപ്പുണ്ടായപ്പോൾ ആ സമയത്തും പ്രണയാതുരയായി നിൽക്കുന്ന സലീഖക്ക് ആ നാടുമായി അവിടെ താമസിക്കാൻ മാനസികമായി പ്രയാസമുണ്ടായി. ഞാൻ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് പറയുന്നത്. 2ാമത്തെ അഭിപ്രായം പറയാം. നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വേളയിൽ, അത് നമ്മൾ മുമ്പ് ലൈവിൽ പറഞ്ഞതാണ്. ഞാൻ എന്തിനത് ഇടക്കിടക്ക് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പുതിയ കുറേ ഹബീബിങ്ങൾ കൂടിയത് കൊണ്ട് അവർക്ക് കൂടി അത് മുമ്പ് പഴയ ലൈവ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രലോഭനം ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് നിൽക്കാതെ കൂഫയിലേക്ക് പോയത് ആർദ്രമായ ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്? ദാറ്റ്സ് എ പവർ ഓഫ് ലവ്. ഇത് പ്രണയത്തിൻ്റെ ഒരു ശക്തിയാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. നമുക്ക് അത് കൃത്യമായി ഒരു വാർപ്പ് രീതിയിൽ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒതുക്കി ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല. പലതരത്തിലായിരിക്കും. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് നിൽക്കാതെ മദീനയിൽ നിന്ന് പോയ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ശരിക്കും താൻ ഏറ്റവും സ്നേഹിച്ച റസൂലുള്ള മദീനത്തുണ്ടായിട്ട് പോലും അവിടെ നിൽക്കാതിരുന്നത് എന്താണ്? അതൊന്നും നമ്മുടെ വ്യാഖ്യാനങ്ങൾക്ക് അക്സെപ്റ്റബിളായ ഒന്നല്ല. ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. അപ്പം നമ്മൾ മദീനത്ത് പോകാൻ വേണ്ടി അനന്തമായ പ്രാർത്ഥനയാണ്, അഭിവാഞ്ചയാണ്. മദീന കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും ഉണ്ടാകില്ല. ആ നാട്ടിലൊന്ന് കാലുകുത്താൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? പക്ഷെ അതേ നാട്ടിൽ നിന്ന് തൻ്റെ പ്രാണനായ റസൂലുള്ള കിടന്നുറങ്ങുന്ന അൽ മദീനത്തുൽ മുനവ്വറയിൽ താമസിക്കാൻ കഴിയാതെ ബിലാൽ പോയി എന്നത് ഞാനിത് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ ചേർത്ത് വെക്കുക. സ്റ്റക്കായിട്ടുണ്ടോ? ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റക്കായിരുന്നുണ്ട്. സ്റ്റക്കായിട്ടുണ്ടോ? പെട്ടെന്ന് പറയും, ഒരു കണ്ടിന്യൂഷൻ പോണ്ട. സ്റ്റക്കായിട്ടുണ്ടോ? ഓക്കെ, നോക്കൂ, അത്രയേ അത് ഒരു ഉദാഹരണമായി പറഞ്ഞാണ് റസൂലുള്ളാന്റെ. ഈ പ്രണയം അങ്ങനെ വിശുദ്ധമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ശരീരപ്രബദ്ധമായ ഒരു പ്രണയമായിരുന്നു സലീഖയുടെ ആദ്യ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ സ്റ്റക്കുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്തോ ഒരു കഷ്ടമാണ്. അതുകൊണ്ട് യമനിലേക്ക് സലീഖ പോയി എന്നതാണ് പ്രമുഖമായ അഭിപ്രായം. പക്ഷെ അവർ യമനിലെത്തിയപ്പോഴും അവരുടെ ഹൃദയത്തിൽ തൻ്റെ പ്രാണനാഥനായ പ്രേമമൂർത്തിയായ യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിന്ത അവരെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പലരും കമൻറ്റ് ചെയ്തതുപോലെ പൂർണ്ണമായ ഒരു കമൻറ്റ് ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഞാനതിന് എന്താ പറയുക റിസൾട്ട് പ്രഖ്യാപിക്കാതിരുന്നത്. നോക്കൂ, അവരിൽ ചിലർ കമൻറ്റ് ചെയ്തത് ശരിയാണ്. അവർ ഒരു രോഗാവസ്ഥയിലേക്ക് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കണ്ണിൻ്റെ കാഴ്ച പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങിയെന്ന്. കരഞ്ഞ് 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 നമുക്കത് ഊഹിക്കാൻ കഴിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിൻ്റെ ഒരു വികാര താരള്യം എത്രമേൽ അപരിമേയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മനസ്സിന് രോഗം ബാധിച്ചാൽ അത് ശരീരത്തെ കീഴ്പ്പെടുത്തുമെന്നുള്ളത് കറക്റ്റായ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ശരീരത്തിന് രോഗം ബാധിച്ചാൽ എല്ലാ മനസ്സിനെയും അത് ബാധിച്ചു കൊള്ളണമെന്നില്ല. ഞാനൊന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ശരീരത്തിനൊരു രോഗം ബാധിച്ചാൽ അത് മനസ്സിന് ബാധിച്ചു കൊള്ളണം എന്നില്ല.
പക്ഷെ മനസ്സിന് രോഗം ബാധിച്ചാൽ അത് ശരീരത്തിന് ബാധിക്കുക തന്നെ ചെയ്യും. ശരീരത്തിന്റെ ഒരു നിയന്ത്രണാധികാരം ഹൃദയത്തിനുണ്ട് എന്നതുകൊണ്ട് പ്രണയരോഗം കൊണ്ട് വിജൃംഭിക്കപ്പെട്ട സലീഖ വിഷണ്ണയായപ്പോൾ, തൻ്റെ ആഗ്രഹങ്ങൾ നിരാകരിക്കപ്പെട്ടു പോയപ്പോൾ, ആ വേദനയിൽ ജീവിക്കേണ്ടി വന്നപ്പോൾ അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്നല്ല, അവരുടെ ചേതസ്സും ഛന്ദസ്സും പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. പ്രായം കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും മനസ്സും ശരീരവും പതുക്കെ പതുക്കെ വാർദ്ധക്യത്തിന് വഴിമാറാൻ തുടങ്ങി. അവരുടെ ശരീരം മെലിഞ്ഞു തുടങ്ങിയിരുന്നു. കരഞ്ഞു കരഞ്ഞ അവരുടെ 2 നേത്രങ്ങളുടെയും കാഴ്ച പതുക്കെ കുറഞ്ഞു പോയിരുന്നു. ദുഃഖാധിക്യത്താൽ ഇരുന്ന് കരയുന്ന അവരുടെ വാസസ്ഥലത്തിന് ദുഃഖിതരുടെ വീട് എന്ന്, ബൈത്തുൽ ഹുസൻ എന്ന് ആളുകൾ വിളിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ വർത്തമാനമൊന്നും അവർക്കറിയാൻ കഴിയുന്നില്ല. താൻ നിമിത്തം അനേകമായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന് ജയിലിൽ അകപ്പെടേണ്ടി വന്ന മിസ്റിലെ ഭരണാധികാരിക്കായി തീർന്ന യൂസുഫിനെ പോയി കാണാൻ ലജ്ജയായിരുന്നു സലീഖ ബീവിക്ക്. അതേസമയം യൂസുഫ് നബി അലൈഹി സ്വലാമയാകട്ടെ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായതു മുതൽ മറ്റൊന്നിലേക്കും അവരുടെ ശ്രദ്ധ പോയില്ലായിരുന്നു. ഭരണപരമായ പല കാര്യങ്ങളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന 7 ക്ഷാമവർഷങ്ങളെ നേരിടാനുള്ള വിജയകരമായ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള ഒരു ജനതയോട് പ്രതിബദ്ധതയുള്ള മിസ്റിൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ പഴയ സലീഖയെ ഓർത്തെടുക്കാനും അവരെ അന്വേഷിക്കാനുമൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാമയ്ക്ക് സമയക്കുറവുണ്ടായി. അല്ലെങ്കിലും എന്തിനാണ് അന്വേഷിക്കുന്നത്? തെറ്റായ രീതിയിലുള്ള ഒരു പ്രണയമായതുകൊണ്ട് അതിനെ അന്വേഷിച്ചു പോകേണ്ട കാര്യം യൂസുഫ് നബി അലൈഹി സ്വലാമയ്ക്ക് ഇല്ല. ഓക്കെ, അവരെ അന്വേഷിക്കുന്നതും അവരെ ബന്ധപ്പെടുന്നതും വീണ്ടും അവരിൽ തെറ്റായ വികാരം ഉണ്ടാക്കുമെന്ന ഭയം കൊണ്ട് സൂക്ഷ്മത പാലിച്ചതാകാനും വഴിയുണ്ട്. എൻ്റെ ഹബീബിങ്ങളെ, ശ്രോതാക്കളെ, നിങ്ങളപ്പോൾ മനസ്സിൽ സംശയം ഉണ്ടായിട്ടുണ്ടാവും, എന്തൊരു ക്രൂരനാണ് നഊദുബില്ല യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന് തോന്നിയെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാം ഇപ്പോൾ പ്രവാചകനാണ്. സലീഖയെ വീണ്ടും സന്ദർശിക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമൊക്കെ അവർ മറന്നു തുടങ്ങിയെങ്കിൽ ആ പ്രണയത്തെ വീണ്ടും കത്തിക്കാൻ കാരണമാകുമെന്നത് കൊണ്ടായിരിക്കാം, അല്ലാഹു ആലം, എനിക്കങ്ങനെ തോന്നുകയാണ് പറയാം, യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കാൻ കാരണം. എന്നാൽ യമനിലേക്ക് അസീസ് മിസ്റായി യൂസുഫ് നബി അലൈഹി സ്വലാം ഔദ്യോഗികമായ യാത്ര പോയ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം യമനിൽ വന്നു എന്ന വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട സലീഖ ബീവി റളിയല്ലാഹു അൻഹ അറിഞ്ഞു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. കാർഷിക വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാൻ, അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകരുടെ വാക്കുകളെ കേൾക്കാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പല രാജാക്കന്മാരും അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ യമനിലും അദ്ദേഹം സന്ദർശനം നടത്തി. അവിടെ കാണാനായി പ്രിയപ്പെട്ട സലീഖ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നതായി ഒരു അഭിപ്രായം ഉണ്ട്. ഞാനതിവിടെ പറയുകയാണ്. വഴിക്കരികെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് അഭിപ്രായം. വഴിയുടെ അരികെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ്. നോക്കൂ, നിങ്ങൾ വിധിയുടെ വൈപരീത്യങ്ങളെക്കുറിച്ച് സ്റ്റക്കാകുന്നു എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. നെറ്റിന് യാതൊരു പ്രോബ്ലവും ഇല്ല. സ്റ്റക്കായി നിങ്ങൾ അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വേസ്റ്റായി പോയില്ലേ.
അബ്ദുറഹ്മാൻ ടി കെ, ഗുഡ് പ്രസന്റേഷൻ, താങ്ക് യു. കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ വഴിയരികിൽ കാത്തു നിൽക്കുന്ന സലീഖയെ കണ്ടപ്പോൾ റളിയല്ലാഹു അൻഹ, യൂസുഫ് നബി അലൈഹി സ്വലാമയ്ക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായപ്പോൾ, സലീഖയുടെ രൂപഭാവങ്ങൾ കണ്ടപ്പോൾ, ദയനീയമായ ഭാവം കണ്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് വ്യസനം തോന്നിയിട്ടുണ്ട്. കാരണം തൻ്റെ പ്രഭിയായിരുന്ന ആളാണ്. താൻ അടിമയായി ചെന്നിരുന്നപ്പോൾ തെറ്റായ പ്രണയത്തിൻ്റെ പേരിലായിരുന്നാലും തന്നെ പരിചരിക്കുകയും കയർ ചെയ്യുകയും ഭക്ഷണം നൽകുകയും ഒക്കെ നൽകിയ രാജ്ഞിയാണ് തെരുവോരത്ത് അനാഥമായി നിൽക്കുന്ന ഒരു കാഴ്ച. നോക്കൂ, പ്രണയത്തിൻ്റെ ഒരു 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 വിധിവൈപരീത്യം അല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു അത്രേ, സലീഖ, നിന്റെ സൗന്ദര്യവും സമ്പത്തുമെല്ലാം നശിച്ചു പോയല്ലോ. നിങ്ങളെ ഇത്രയും ദയനീയമായ രൂപത്തിൽ ദർശിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പുതിയ എനർജി, ഒരു പവർ സലീഖ ബീവിക്കുണ്ടായി. അവരുടെ നാഡികൾക്കെല്ലാം ഒരു നവോന്മോഷം തിരിച്ചു കിട്ടുന്നത് പോലെ അവർ മൗനം അവലംബിച്ചു നിന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമയോട് ഒന്നും മിണ്ടിയില്ല സലീഖ. ഇന്നലെ കേട്ടവരെ, മിനിഞ്ഞാന്ന് കേട്ടവരെ, മിസ്രിലേക്ക് യാത്ര തുടങ്ങിയത് മുതൽ കേട്ടവരെ, ആരാണ് ഈ മൗനം അവലംബിച്ചു നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പ്രലോഭനങ്ങളുടെ തീമഴകൾ വർഷിപ്പിച്ച സ്നേഹത്തിൻ്റെ അനന്യമായ അടയാളമായി ലോകചരിത്രത്തിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന സലീഖ, പിടിച്ചു വലിക്കാൻ പോലും ശ്രമിച്ച അതേ സലീഖയാണ് സകല പ്രണയ നൈരാശ്യവും മനസ്സിൽ ഒതുക്കിപ്പിടിച്ച് മിസ്രിലെ രാജാവിനെ വഴിയോരത്ത് അനാഥയായി കാത്തു നിൽക്കുന്നത്, ശരീരം ശോഷിച്ച് മെലിഞ്ഞുണങ്ങി നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ സലീഖ ബീവി ഒന്നും മിണ്ടിയില്ല എന്നാണ്. ചിലപ്പോൾ മൗനം 1000 വാക്കുകളെക്കാൾ ശക്തിയുള്ള വാചാലമായി മാറുന്ന ചില നിമിഷാർദ്ധങ്ങളുണ്ട് കാലഘട്ടങ്ങളിൽ, അല്ലേ? മൗനം വാചാലമായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അവിടെ സംസാരിക്കണമെന്നില്ല. സംസാരത്തെക്കാൾ 1000 പ്രഹരശേഷി കൂടുതലുള്ളതാണ് ചില മൗനങ്ങൾ. ഞാനത് വർത്തമാനകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറയട്ടെ. ഇത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, നമ്മുടെ സോഷ്യൽ ഇഷ്യൂസുകളിലൊക്കെ എപ്പോഴും ചാടി വീഴേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ചിലപ്പോഴൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി മൗനം അവലംബിക്കുന്നത് പോലും ഈ ഉമ്മത്തിന് ഗുണകരമായിരിക്കും എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. എപ്പോഴും മൗനം അവലംബിക്കണമെന്നല്ല, പറയേണ്ടിടത്ത് പറയുക തന്നെ വേണം. പക്ഷേ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വിലയില്ലാതാക്കും എന്നെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങൾ മനസ്സിലാക്കണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഫോർ എക്സാമ്പിൾ, മലപ്പുറത്ത് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ്. ആർക്കും തുണി ഉടുത്തോ ഉടുക്കാതെയോ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അതിനെ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിച്ചവർക്കെതിരെയാണ് പ്രതികരിച്ചത്. കാരണം എന്താണ്? സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം തന്നെ തെറ്റായ ഒരു രീതിശാസ്ത്രം പ്രയോഗിക്കുന്ന മേഖലയിൽ അവിടെ ഒരു പാട്ട് വന്നു എന്നതുകൊണ്ട് നമ്മൾ എന്തിനാണ് അതിനെ പ്രതികരിക്കാൻ പോകുന്നത്? കൊളംബിയയില് പായസം വിളമ്പിയാല് അതിൽ മധുരം കുറച്ച് കൂടിയെന്നോ കുറഞ്ഞു എന്നോ നമ്മൾ എന്തിനാണ് അഭിപ്രായം പറയാൻ പോകുന്നത്? അല്ലേ? ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പ്രതികരിക്കും. ഹലാൽ ഭക്ഷണം ഇവിടെ നിഷിദ്ധമാണ് എന്ന് പാലാരി വട്ടത്തെ ഒരു ഹോട്ടലിൽ ഒരു ഹിന്ദു സഹോദരി ബോർഡ് വെച്ചപ്പോൾ അവജ്ഞയോടെ തള്ളിക്കളയുന്ന മൗനമായിരുന്നു മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ ആർക്ക് ദേഷ്യം വന്നാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. മൗനമായിരുന്നു നല്ലത്. ഈ രാജ്യം സ്വതന്ത്ര രാജ്യമല്ലേ? മുസ്ലിം ഹോട്ടലുകൾക്ക് മുന്നിൽ ഹലാൽ ഭക്ഷണം എഴുതി വെക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മതബോധം അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ, അവരിനി മതബോധമാകട്ടെ, കുടില മനസ്കായിക്കോട്ടെ, അവരെന്തെങ്കിലും ഫാഷിസ ചിന്താഗതി ആയിക്കോട്ടെ, എൻ്റെ ഹോട്ടലിൽ ഹലാൽ ഭക്ഷണം നിഷിദ്ധമാണ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് പോകാതിരുന്നുകൂടെ അവിടെ? അതിനെതിരെ ഫേസ്ബുക്കിൽ പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഒറ്റപ്പെട്ട ഒരാൾ ചെയ്തത് കേരളം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞില്ലേ? അത് ആരാ പരസ്യം കൊടുത്തത്? ആരാ അതിനെ ഏറ്റുപിടിച്ചത്? തിരിച്ച് ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടായി?
നിങ്ങൾ ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമത്തിന് എതിരല്ലേ എന്ന ചോദ്യം വന്നില്ലേ? അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, ഹക്കായി ആരാധിക്കപ്പെടാൻ അള്ളാഹുവാണെന്ന് 5 തവണ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് അത് തെറ്റല്ലേ എന്ന ചോദ്യം വന്നു. നൂറ്റാണ്ടുകളോളം ഇവിടെ ആ ചോദ്യം ഉയർന്നിട്ടില്ല. ഇവിടെ പള്ളികൾ ഉണ്ടാക്കാൻ പന്തലായനിയും കാസർഗോഡും കണ്ണൂരും കൊടുങ്ങല്ലൂരും പള്ളി ഉണ്ടാക്കാൻ സഹായിച്ചത് ഈ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങളല്ലേ? ആ പള്ളിയുടെ ബാങ്ക് കേട്ടിട്ട് വന്നേരി കൊട്ടാരത്തിലിരുന്ന് ആത്മഹർഷം കൊണ്ടത് ഹിന്ദു രാജാവായിരുന്നില്ലേ? നൂറ്റാണ്ടുകളോളം ആ ബാങ്കിനെതിരെ ഒരു ശബ്ദവുമില്ലാത്ത ഈ നാട്ടില് ശബ്ദിക്കാൻ തുടങ്ങിയില്ലേ നിങ്ങൾ ബാങ്ക് നിർത്തണമെന്ന് പറഞ്ഞിട്ട്? വായ് എന്തായിരുന്നു കാരണം? വൈകാരിക വിക്ഷുബ്ധമായി ഫേസ്ബുക്ക് ഉപയോഗിക്കല്ല മുസ്ലിം സഹോദരങ്ങളെ. ഞാൻ എല്ലാവരോടും പറയുന്നില്ല, എൻ്റെ യാത്രാ സംഘത്തിലെ എൻ്റെ ഹബീബിങ്ങളോട് മാത്രം പറയാം, എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. വൈകാരിക വിക്ഷുബ്ധമായി നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്. എന്തെങ്കിലും കാണുമ്പോഴേക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രതികരിച്ചു പോകരുത്. ആലോചിക്കുക. ഒരു വാക്ക് എഴുതുമ്പോൾ, ഒന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഉമ്മത്തിന് അതെന്തുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ, എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നല്ല, എൻ്റെ ഷെയറുകൾ വർദ്ധിക്കുമോ എന്നല്ല, എൻ്റെ കമൻസുകൾ എനിക്ക് കൂടുമോ എന്നല്ല, എൻ്റെ ഉമ്മത്തിന് എൻ്റെ വാക്ക് കൊണ്ട് എന്തെങ്കിലും പോറലേൽക്കുമോ എന്നാലോചിക്കണം. തനിക്കെന്തെങ്കിലും പോറലേറ്റാൽ പോലും ഉമ്മത്തിന് വേണ്ടി സംസാരിക്കണം. ഉമ്മത്തിന് വേണ്ടി ചിലപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ പറയുന്നത് മൗനം ചിലപ്പോൾ 1000 കുതിരശക്തിയുടെ പ്രഹരശേഷിയുള്ള മൗനം അവലംബിക്കാനും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കേണ്ട അനിവാര്യമായ കാലത്താണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചേറെ ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. സോഷ്യൽ മീഡിയയിൽ ഹലാൽ നിഷിദ്ധം എന്ന പോസ്റ്റർ ഇട്ടിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോ? വിഡ്ഢിയായ, മനസ്സിൽ വൃത്തികെട്ട ചിന്തയുള്ള ഒരു സഹോദരിയാണ് ആ പോസ്റ്റ് അവിടെ ഇട്ടത്. അതിനെ മൗനം അവലംബിച്ച് തള്ളിക്കളയൂ സഹോദരങ്ങളെ. അതിങ്ങനെ ബേജാറാക്കിയിട്ട് ഇതാ നിങ്ങളവിടെ പോണ്ടെന്നല്ലേ ഉള്ളൂ, നിങ്ങളവിടെ കയറേണ്ട, അവരെ ഭക്ഷണം കഴിക്കേണ്ടതല്ല എന്നല്ലോ. അതുകൊണ്ട് മൗനവും വലിയൊരു പ്രതികരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ അർത്ഥം എല്ലാത്തിനും മിണ്ടാതിരിക്കണം എന്നല്ലോ. നമ്മൾ പല വിഷയത്തിലും പ്രതികരിക്കാറുണ്ടല്ലോ. പക്ഷെ അത് ഉമ്മത്തിന് ഗുണമാണോ എന്ന് നോക്കി പ്രതികരിക്കണം. തിരിച്ചു പോകാം. യമനിലെ റോഡരികിൽ വഴിയോരത്ത് മിസ്രിന്റെ രാജാവിന്റെ വർത്തമാനം കേട്ട് മൗനമന്ദസ്മിതം തൂകി നിന്ന ആളുടെ പേര് സലീഖ എന്ന പഴയ അസീസ് രാജാവിന്റെ പ്രഭിയായിരുന്നു. റൈറ്റ് ഹബീബിങ്ങളെ, ഒരു നോട്ടം മാത്രമായിരുന്നു അവർ യൂസുഫിനെ നോക്കിയത്. ഒരു നോട്ടം കൊണ്ട് തീർക്കാൻ കഴിയുന്ന അതേ അവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തിപ്പെടണ്ടേ? വെറുതെ ബഹളം വെക്കുന്നത് ഒരു നോട്ടം കൊണ്ട് നിർത്തണം. പണ്ട് നമ്മുടെ നാട്ടിലെ കാരണവന്മാരെ കണ്ട ഹിന്ദു സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നിരുന്നല്ലോ. റൈറ്റ്, ശരിയാണോ? എഴുന്നേറ്റ് നിന്നിരുന്നല്ലോ. ഇത് പുതിയ ചെറുപ്പക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിൽ പ്രായമുള്ളവർ കേൾക്കുന്നവരോട് ചോദിച്ചു നോക്ക്. നമ്മുടെ ഒരു മുസ്ലിം കാക്ക നടന്നു വരുന്നത് കണ്ടാൽ അപ്പുറത്തിരിക്കുന്ന രമേശും ഉണ്ണിക്കുട്ടനും ഒക്കെ എഴുന്നേറ്റ് നിൽക്കും. അത് അവൻ്റെ അരയിൽ മലപ്പുറം കത്തി ഉള്ളത് കൊണ്ടൊന്നുമല്ല. മലപ്പുറം കത്തി വെച്ചിരുന്നു, ഇന്ന് കത്തി വെച്ചാൽ അത് ഭീകരവാദമാവും. അന്ന് കത്തി വെച്ചിട്ട് പോലും അത് ഭീകരവാദത്തിൻ്റെ ചിഹ്നമായിട്ടില്ല. കാരണം അന്ന് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല, അന്ന് ട്വിറ്റർ ഉണ്ടായിരുന്നില്ല, അന്ന് ഇൻസ്റ്റ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കും. ഇന്ന് ഒരു വയോവൃദ്ധനായ ഒരു മുസ്ലിം വരികയാണെങ്കിലും ഇവരെഴുന്നിട്ട് കളിയാക്കും, പരിഹസിക്കും. എന്താ കാരണം? വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണുന്നതർ, നിങ്ങളാണുന്നതർ, നിങ്ങളാണുന്നതർ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണുന്നതർ എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രതിസന്ധികളുടെ തീമലകൾ കടന്നു വന്ന് തിരുമധുരം തേടിയ സർവതല സ്പർശിയായ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ആളുകളാണ് മുസ്ലിമേ നമ്മൾ. ഭൂഖണ്ഡങ്ങളെ അതിജയിച്ച മഹാസന്ദേശത്തിന്റെ വാഹകരാണ്.
അള്ളാഹു ഒരു ഭയം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. മൗനം കൊണ്ടുപോലും ഭയം തോന്നിപ്പിച്ചു, ഒരു നോട്ടം കൊണ്ടുപോലും ഭയം തോന്നിപ്പിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ. അത് തന്നെ കൊല്ലുമെന്ന ഭയമല്ല, ബഹുമാനത്തിന്റെ ഭയമാണ്, റെസ്പെക്റ്റിന്റെ ഭയമാണ്. പോയില്ലേ? നമ്മുടെ കയ്യിലായിരുന്നില്ലേ ലോകം? ഇബ്നു സീന ജീവിച്ചത് ഈ മണ്ണിലാണ്. ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന പേരിലാണ് അദ്ദേഹം യൂറോപ്പിൽ അറിയപ്പെട്ടത്. കാക്ക, നമ്മുടെ കാക്കയായിരുന്നു എന്ന്. ദ ഫാദർ ഓഫ് മെഡിസിൻ. അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഗ്രന്ഥമാണ് അൽ ഖാനൂനു ഫി തിബ്, വൈദ്യശാസ്ത്രത്തിന്റെ മാഗ്നാ കാർട്ട എന്ന പേരിൽ അത് അറിയപ്പെട്ടു. അദ്ദേഹത്തെ യൂറോപ്പ് വിളിച്ചത് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന പേരിലാണ്, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലാണ്. റൈറ്റ്? ഇബ്നു സീനയുമായി ചില ആശയപരമായ അഭിപ്രായ വ്യത്യാസം മുസ്ലിങ്ങൾക്കുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഓപ്പറേഷന്റെ നൂല് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റാർക്ക്. നമ്മളാണ് എന്ന്. ഓപ്പറേഷന്റെ നൂല് കണ്ടുപിടിച്ചത് നമ്മളാന്ന്. ഇപ്പൊ ആഴക്കടലിനെ കുറിച്ച് ഭയങ്കര വിവാദം നടക്കുകയാണ്. വിമാനം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? റൈറ്റ് ബ്രദേഴ്സ് ആണ് എന്നാ പറയാ. റൈറ്റ് ബ്രദേഴ്സ് ആണ് എന്നാണ് പറയാ, അല്ലെ? വിമാനം കണ്ടുപിടിച്ചത് അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണോ? റൈറ്റ് ബ്രദേഴ്സ് അത് ചിന്തിക്കുന്നതിന്റെ എത്രയോ മുമ്പ് വായുവിനെ അധീനപ്പെടുത്തി മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമെന്നതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അഡ്രസ് ചെയ്തത് മുസ്ലിങ്ങളാണ്. അബ്ബാസ് ബിൻ ഫർനാമിസ്. റൈറ്റ്? ഒക്കെ പോയില്ലേ? എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. സമർക്കന്ദിലും ബുഖാറയിലും അസർബൈജാനിലും കൂഫയിലും ബസറയിലും ഒക്കെ പ്രജ്വലിച്ചു നിന്നത് നമ്മളായിരുന്നു. സ്പെയിൻ നമ്മുടെ കയ്യിലായിരുന്നു എന്ന്. എങ്ങനെയാണ് തകർന്നു പോയത്? സോഫിയ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നിട്ട് അന്നത്തെ രാജാവ് സാമ്രാജ്യം നശിപ്പിക്കപ്പെട്ടപ്പോൾ, തൻ്റെ ജനത നശിച്ചു പോയപ്പോൾ പൊട്ടിക്കരയുമ്പോൾ സോഫിയ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് അന്നത്തെ രാജാവിന്റെ ഉമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ, പട്ടിയെപ്പോലെ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. സ്വത്വബോധം നശിപ്പിക്കപ്പെട്ട ഒരു തലമുറ നശിച്ചു പോകുമ്പോൾ പതിരാവിന്റെ നിശബ്ദതകളിൽ യൂറോപ്യന്മാർ കൊണ്ടുവന്ന സംഗീത നിശകളിലേക്കും മദ്യ സൽക്കാരങ്ങളിലേക്കും യുവതലമുറ വഴുതി പോകുന്ന വേളയിൽ അരുതെന്നു പറയാൻ ആൺകുട്ടികളില്ലാതെ പോയ നാടാണ് സ്പെയിൻ. അന്ന് അരുതെന്നു പറഞ്ഞ പണ്ഡിതന്മാരെ കാരാഗ്രഹത്തിലേക്ക് അകറ്റുകയും അവരെ ലോകം തിരിയാത്തവരെന്ന് പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്യുമ്പോൾ അധികാര സ്ഥലികളിൽ നീ മൗനവ്രതത്തിലായിരുന്നു മകനെ. ഇപ്പോൾ നിന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ നിന്ന് പട്ടിയെപ്പോലെ മോങ്ങരുത് എന്ന് ഉമ്മ പറഞ്ഞു. ജ്വലിക്കുന്ന സ്മരണകളുള്ള സ്പെയിനിലെ സോഫിയ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് പോയി. എല്ലാം പോയില്ലേ? താർത്താരികളും ചെങ്കിസ് ഖാൻമാരും കടന്നു വന്ന് ആദ്യമായി മുസ്ലിങ്ങളെ കൊല്ലുകയല്ല ചെയ്തത്. താർത്താരികളും ചെങ്കിസ് ഖാൻമാരും വന്നിട്ട് ആദ്യം മുസ്ലിങ്ങളെ കൊല്ലുകയല്ല ചെയ്തത്. അല്ലെങ്കിലും ആളെ കൊല്ലുന്ന പരിപാടി ആശയം നശിക്കപ്പെട്ട ഒരു ജനതയുടെ മാത്രം പ്രതികരണ രീതിയാണ്. ആളുകളെ കൊന്നു വകവരുത്തുക എന്നുള്ളതൊക്കെ ആശയം നശിക്കപ്പെട്ടവരുടെയോ അങ്ങനെ ചിന്തിക്കുന്നവരുടെയോ ഒരു പരിപാടിയാണ് ആളെ കൊല്ലുന്ന പരിപാടി. ബുദ്ധിയുള്ള താർത്താരികൾ ആദ്യം മുസ്ലിങ്ങളെ കൊന്നില്ല. അവർ ബുദ്ധിപരമായി മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്താ ആദ്യം ചെയ്യുന്നറിയോ? കർഡോവ എന്ന് പറയുന്ന സ്ഥലത്തെ കർദോവ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കർദോവ. പല പ്രൊനൗൺസിയേഷനും അതിനുണ്ട്. എനിക്ക് സാധ്യമായ ഒരു പ്രൊനൗൺസിയേഷൻ ഞാൻ ഉദ്ധരിച്ചു മാത്രം. കർഡോവ. ആ കർദോവയിൽ 1.5 ലക്ഷം ഗ്രന്ഥങ്ങൾ അന്നുണ്ടായിരുന്നു. 1.5 ലക്ഷം ഗ്രന്ഥങ്ങൾ. ഹബീബിങ്ങളെ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന DTP സംവിധാനം നിലവിലില്ലാത്ത കാലത്ത്, ഓഫ്സെറ്റ് പ്രസ്സുകൾ ഇല്ലാത്ത കാലത്ത്, ഇന്ന് ഹൈലി അഡ്വാൻസ്ഡ് ആയ
പ്രസ്സുകളുള്ള കാലമാണ്. മിനിറ്റുകൾക്കകം ലക്ഷക്കണക്കിന് പ്രതി പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രിന്റിംഗ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ് ഈ കാലഘട്ടത്തിൽ. അന്ന് മരത്തിന്റെ കൊമ്പുകൾ കൊണ്ടുവന്ന് കലമുകളായി ചെത്തി മിനുക്കി തയ്യാറാക്കിയിട്ട് മുമ്പിലിരിക്കുന്ന മഷിക്കുപ്പികളിൽ മുക്കി മുക്കി എഴുതുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥങ്ങളാണ് 1.5 ലക്ഷത്തോളം ഉണ്ടായിരുന്നത് കർഡോവ യൂണിവേഴ്സിറ്റിയിൽ. ഖുർആനും ഹദീസും മാത്രമല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള ലോകമഹാസത്യങ്ങളെ, അതിൽ ജോമെട്രി ഉണ്ടായിരുന്നു, അതിൽ ജ്യോമതീയം ഉണ്ടായിരുന്നു, അതിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, അതിൽ അരിസ്മാറ്റിക് ഉണ്ടായിരുന്നു, അതിൽ സോഷ്യൽ സ്റ്റഡീസ് ഉണ്ടായിരുന്നു, അതിൽ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ ചുട്ടു നശിപ്പിച്ചു താർത്താരികൾ, ചെങ്കിസ് ഖാൻമാർ കടന്നു വന്നിട്ട്. അറിവിന്റെ ശത്രുക്കളായവർ, രക്തം മാത്രം അറിയുന്ന താർത്താരികൾ പുസ്തകങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. റൈറ്റ്. രണ്ടാമത് അവർ ചെയ്തത്, സന്ധ്യ മയങ്ങിയാൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ അവർ സംഗീത നിശകൾ ഒരുക്കി, മദ്യചഷകങ്ങൾ ഒരുക്കി. വളർന്നു വരുന്ന യുവതലമുറയുടെ നവചേതനകളെ അവർ പതിരാവിന്റെ സംഗീത ഉത്സവങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. അതിവേഗം മതകീയ ബോധങ്ങളിൽ നിന്ന് സ്പെയിനിലെ ജ്വലിക്കുന്ന ഭൂതകാലത്തിന്റെ ഇരമ്പുന്ന സ്മരണയുള്ള യുവാക്കൾ താർത്താരികൾ എന്ന ഇമ്പീരിയലിസ്റ്റുകളുടെ സാമ്രാജ്യത്വവാദികൾ വിരിച്ചിട്ട വലക്കണ്ണികളിൽ ഈയമ്പറ്റകളെ പോലെ പോയി വീണ് ചിതറിക്കളഞ്ഞു. റൈറ്റ്. പിന്നെ അവരെ നശിപ്പിക്കാൻ എളുപ്പമായിരുന്നു. ആ തന്ത്രമാണ് ഫാഷിസം ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബുദ്ധിപരമായ നിലപാടോടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയും ചിന്തകളുമാണ് നമുക്കുണ്ടായേണ്ടത്. ഒരു ദിവസത്തെ വൈകാരികമായ വിക്ഷുബ്ധമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനിക്കേണ്ടതല്ല ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയുടെ ജീവിത സാഹചര്യങ്ങൾ. അത് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഉപകാരം ചെയ്യപ്പെടുന്നതായിരിക്കണം. പിറക്കാനിരിക്കുന്ന ഉമ്മത്ത് മുഹമ്മദിന് അഭിമാനത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനുള്ള അസ്തിത്വബോധമുള്ള ഒരു വർത്തമാനത്തെ അല്ല ഭാവിയെ സൃഷ്ടിക്കുകയായിരിക്കണം ഇന്നത്തെ 2020 മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. വികാരത്തിനടിമപ്പെട്ട് നമുക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ട് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ കഴിയില്ല. ഇനി ഒരു തലമുറ ഇവിടെ പിറക്കാനിരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകും. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്ന മതപ്രസംഗ പരിപാടികളും ദീനീ കലാലയങ്ങളും മതബോധനങ്ങളും എല്ലാം ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓക്കെ, സ്റ്റക്കായി എന്നാരോ പറയുന്നുണ്ട്. 2021 സോറി 2021. അപ്പോൾ നമ്മൾ പറഞ്ഞ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ അരികിലേക്ക് തന്നെ തിരിച്ചു പോകും. ഒരു മൗനത്തിൻ്റെ വിശാലാർത്ഥങ്ങളിലേക്കാണ് ഞാനിപ്പോൾ കടന്നുപോയത്. മൗനത്തിന് ഇത്രയൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്, അല്ലേ? മൗനം പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചു പോയത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ മൗനം അവലംബിക്കാനും ഉമ്മത്ത് മുഹമ്മദിന് കഴിയണം. 1000 കുതിരശക്തിയുടെ പ്രഹരശേഷിയുള്ള മൗനം അവലംബിക്കാനും ഉമ്മത്ത് മുഹമ്മദിന് ചിലപ്പോൾ കഴിയണം. എപ്പോഴും മൗനം അവലംബിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വികാര വിക്ഷുബ്ധതയ്ക്ക് അടിമപ്പെടാതിരിക്കുക. സലീക്ക മൗനം അവലംബിച്ചു നിന്നു യൂസുഫിന്റെ മുന്നിൽ. 1000 അർത്ഥങ്ങളുണ്ട്. വാചാലമായി പ്രണയം പറഞ്ഞിരുന്ന സുലൈഖ ഇപ്പോൾ മിണ്ടുന്നില്ല. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാമയെ ഒരു പക്ഷേ വേദനിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാവുക അന്ന് 1000 വാക്കുകളുടെ ആവേശത്തോടെ പ്രണയം പറഞ്ഞ സലീക്കയുടെ ആ സന്തോഷത്തെയല്ല. ഇപ്പോൾ അക്ഷരം പറയാതെ സകല വേദനകളും പ്രണയവും നെഞ്ചിലൊതുക്കി നിന്ന് മിണ്ടാതെ നിൽക്കുന്ന സലീക്കയെ കണ്ടിട്ടായിരിക്കണം ഒരു നിമിഷം മാഷാ അല്ലാഹ് യൂസുഫ് നബി അലൈഹി സ്വലാം വേദനിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നിരന്തരമായി സലീക്ക പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ ദുഃഖങ്ങളെല്ലാം സംഭവിച്ചത് എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടു. സ്വയം ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ടാവും. ഒരു ബോധവും ഇല്ലാതെയാണ് ചിലപ്പോൾ നമ്മൾ ജീവിക്കുക. സലീഖ ബീവി ആകാശത്തേക്ക് കൈയുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ. ജഗന്നിയന്താവായ ഇലാഹേ, നീ പാപികൾക്ക് പുറത്തു കൊടുക്കുന്നവനല്ലേ റബ്ബേ, എൻ്റെ പാപത്തെ നീ പുറത്തു തരണേ, എന്നെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ദുഃഖിക്കുന്നവർക്ക് ദുഃഖ നിവാരണം നൽകുന്നവൻ നീയാണല്ലോ റബ്ബേ. ദുഃഖിതയായ എൻ്റെ ഹൃദയത്തിന് നീ സമാധാനം നൽകണമേ. നിസ്സഹായതയുടെ അവശത പരിഹരിക്കുന്നവൻ നീയാണല്ലോ റബ്ബേ. എൻ്റെ നിസ്സഹായതയെ നീ അകറ്റിത്തരണമേ റബ്ബേ. രക്ഷിതാവേ, യൂസുഫുമായി കൂടിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന മനോവ്യത നീ അറിയുന്നുണ്ടല്ലോ റബ്ബേ. യൂസുഫിനെ മോഹിച്ചുകൊണ്ട് തന്നെ ഞാൻ വൃദ്ധയായി പോയിരിക്കുന്നല്ലോ അല്ലാഹുവേ. എങ്കിലും ഒരു യുവതിക്കുണ്ടാകുന്നതിലധികമായ പ്രേമം അവൻ്റെ നേരെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ റബ്ബേ. രക്ഷകർത്താവേ, നാഥനായ റബ്ബേ, സലീഖയുടെ ഹൃദയം തകർന്നിരിക്കുന്നു. സാധുവാണ് അല്ലാഹുവേ, എൻ്റെ ഉദ്ദേശത്തെ നിറവേറ്റണേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴുള്ള പ്രാർത്ഥന ഹലാലായ ബന്ധത്തിലൂടെ യൂസുഫിൻ്റെ പ്രണയം തനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമുണ്ടായിരുന്നത് ഹറാമായ ബന്ധത്തിലൂടെ ശരീരബദ്ധമായ പ്രണയമായിരുന്നു സലീഖയ്ക്കുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഹലാലായ മാർഗത്തിലൂടെ യൂസുഫ് എന്ന മനുഷ്യനെ സ്വന്തമാക്കണമെന്ന പ്രാർത്ഥന നിർഭരമായ പ്രണയഭാവമായിരുന്നു സലീഖയ്ക്ക് ഇപ്പോഴുള്ളത്. ഒടുവിൽ എത്രയോ ദിവസങ്ങളായി നമ്മൾ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ പ്രകാരം അള്ളാഹു സലീഖ ബീവിയുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. തൻ്റെ നേരെ നിസ്സീമമായി പ്രയം പ്രകടിക്കുകയും തനിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സലീഖ എന്ന സ്ത്രീരത്നത്തിൻ്റെ പ്രാർത്ഥന യൂസുഫിൻ്റെ തമ്പുരാൻ സ്വീകരിക്കുകയാണ് അലൈഹിസ്സലാം. വേറെയും ഒട്ടേറെ കഥകൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും അവയൊക്കെ ഇസ്രായേലിയത്തിൻ്റെ കൈക്കടത്തലുകൾ ചേർന്ന കഥകളാണ്. അത്തരം സ്ഥിരീകരിക്കപ്പെടാത്ത കഥകൾ ഇത്തരം ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് വ്യക്തിപരമായി ഉള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ 118 ദിവസങ്ങളും ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടില്ല. ഇതില്ലാത്തതാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായ സോഴ്സുകൾ ലഭ്യമല്ല എന്നതുകൊണ്ട് ധാരാളമായി കഥകൾ ഉണ്ടാവാത്തൊക്കെ. അതായത് സലീഖ ബീവി മിസ്രിൽ തന്നെയായിരുന്നു, അവരൊരു കുടിലായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം അതുവഴി പോയിട്ടുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂസുഫ് നബിക്ക് അവസാന നിമിഷത്തിൽ അവരോട് സഹതാപം കലർന്ന സ്നേഹമുണ്ടായി എന്നൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെന്ത് പറയുമ്പോഴും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൽ സ്ഥിരീകരണമില്ലെങ്കിൽ അത് നമ്മൾ നാളെ കുറ്റക്കാരാകാൻ കാരണമാകും. ഇങ്ങനെ പറയുന്നുണ്ട്, സലീഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടാവണം, മരിക്കുന്നതിന് മുമ്പായി അങ്ങയുടെ സൗന്ദര്യം എനിക്ക് ഒരു തവണ കൂടി പൂർണ്ണ സൗന്ദര്യത്തിൽ കാണണം. അതുകൊണ്ട് അങ്ങ് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് സലീഖ ബീവി പറയുകയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പഴയ പ്രഭയ്ക്ക് വേണ്ടി തന്നെ ആർദ്രമായി പ്രണയിക്കുന്ന സലീഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പയോവൃദ്ധയുടെ രൂപഭാവങ്ങളിലേക്ക് മാനസികമായി തകർന്നുപോയ സലീഖ ആ പ്രാർത്ഥനയുടെ ഫലമായി അതിവേഗം പഴയ ഊർജ്ജസ്വലതയിലേക്കും സൗന്ദര്യത്തിലേക്കും തിരിച്ചു വന്നു എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവസാനം ഇനി എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് സലീഖ ബീവിയോട് യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അവസാനത്തെ ഒരാഗ്രഹമുണ്ട്. പഴയ തരത്തിലുള്ള തെറ്റായ പ്രണയമെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ലഭിക്കില്ല എന്ന് കരുതിയാൽ പിന്നെ ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്. നമുക്ക്
നമുക്ക് ലഭിക്കില്ല എന്ന് കരുതിയാൽ പിന്നെ ഉപേക്ഷിക്കുകയല്ലേ നല്ലത്. അത് ഭയങ്കര ഒരു ഡയലോഗാണ് കേട്ടോ. നമുക്കൊക്കെ പ്രാവർത്തിക്കാൻ പറ്റുന്ന നല്ലൊരു ഡയലോഗാണ്. നമുക്ക് ലഭിക്കില്ലെങ്കിൽ ഉപേക്ഷിക്കുകയല്ലേ നല്ലത്. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നു, സലീഖ ബീവി പറയാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. അതൊരു ഹലാലായ മാർഗമാണല്ലോ. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. ആദ്യ നിമിഷത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം വിസമ്മതിച്ചു എന്നും പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കഥകൾക്കൊന്നും സ്ഥിരീകരണമില്ല. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അത് കേട്ടിട്ടുണ്ടാവും എന്നതുകൊണ്ട് ഞാനൊന്നിങ്ങനെ ഓടിച്ചു പറഞ്ഞുപോയി എന്ന് മാത്രം. സലീഖ ബീവിയുടെ പക്കലുണ്ടായിരുന്ന ധനമെല്ലാം തീർന്നു. വ്യസനത്താൽ കരഞ്ഞും അവരുടെ ശരീരവും മെലിഞ്ഞുപോയി. അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെയായി. കണ്ണിൻ്റെയും കാലിൻ്റെയും സ്വാധീനം കുറഞ്ഞുപോയി. നടക്കാൻ അവർക്ക് സാധിക്കാതെയായി. ഞാൻ ഇടയിൽ സൗന്ദര്യം തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞത് ഒരഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം കടന്നു പോകുന്ന വഴികളിലൊക്കെ സലീഖ കാത്തു നിൽക്കുമായിരുന്നു അത്ര. അനേക ദിവസങ്ങളോളം അങ്ങനെ കാത്തു നിന്നു എന്ന് പറയപ്പെടുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം രാജോദിതമായ പദവിയിലാണ് സഞ്ചരിച്ചിരുന്നത്. ആയിരക്കണക്കിന് ആയുധപണികളായ പട്ടാളക്കാരും സ്വർണപ്പല്ലക്ക് അലങ്കൃതമായത് മന്ത്രിമാർ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എഴുതി വെക്കപ്പെട്ട കഥകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കഥകളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ ബഷീർ വൈസി പറഞ്ഞില്ലല്ലോ എന്ന് കരുതണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എനിക്ക് ആ വാക്കുകളോട് വലിയ യോജിപ്പില്ല. കാരണം പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഇത്രമേൽ എഴുതപ്പെട്ട ഈ ആഡംബരങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായോ അല്ലാഹു അഅലം. ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അവസാനം അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം സലീഖ ബീവിയെ വിവാഹം കഴിക്കുകയാണ്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആ സമയത്തൊക്കെ സലീഖ ബീവി കന്യകയായിരുന്നു അത്രേ. അപ്പോൾ ഈജിപ്തിലെ അസീസുമായി കല്യാണം കഴിഞ്ഞ ആളല്ലേ. അവിടെയൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരകന്നു കഴിയുന്ന ആൾക്കാരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം വളരെ ചെറുപ്പത്തിലെ സലീഖ ബീവി യൂസുഫിനെ പോലെ ഒരാളെ സ്വപ്നം കണ്ടതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അത് അസീസ് അല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാനസികമായി അവർ അകന്നാണ് കഴിഞ്ഞിരുന്നത് എന്ന് നമ്മൾ കുറേ മുമ്പത്തെ ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നിവേദനത്തിൽ എങ്ങനെ കാണാം, അല്ലാഹു സലീഖ ബീവിയെ യൂസുഫ് നബിക്ക് മാത്രമായി നിർത്തിയിരുന്നതിനാൽ അവർ കന്യകയായി തുടരുകയാണ്. സലീഖ ബീവി സൗന്ദര്യത്തിലും സൗശല്യശീലങ്ങളിലും അദ്വിതീയായിരുന്നു. ഈ ഒരു പ്രണയഭാവമല്ലാതെ മറ്റൊരു തെറ്റും ചെയ്ത പെണ്ണല്ല സലീഖ ബീവി. എന്നാൽ ആ പ്രണയം മനസ്സിൻ്റെ വികാരമാണ്. ആ പ്രണയവുമായി അനുബന്ധമായ ഒരു തെറ്റ് സലീഖ ചെയ്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രണയകഥയെ വിശദീകരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ച് നെഗറ്റീവ് വരേണ്ട. അത് ഹൃദയത്തിൻ്റെ വികാരമാണ്. ഒന്ന് തൊടുക പോലും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല യൂസുഫ് നബി അലൈഹിസ്സലാമയെ സലീഖക്ക്. മറ്റൊരു പുരുഷനോടും സലീഖ ബീവി അങ്ങനെ ഒരു പ്രണയഭാവം തോന്നിയിട്ടുമില്ല. അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ സ്വഭാവത്തെയോ ഒരാളും വിമർശിച്ചിട്ടുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൻ്റെ മനോഗതങ്ങൾക്ക് കുറ്റമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ്. അതും കൂടി ചേർത്ത് വായിക്കണം. മാത്രമല്ല സലീഖ ആ വികാര വിവശയായ സമയത്ത് മുസ്ലിമാണോ എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് പ്രവാചകത്വ പദവി ലഭിച്ചത് എപ്പോഴാണ് എന്നതും നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ചേർത്ത് വായിക്കണമെന്ന് പറയാൻ കാരണം. സലീഖ അന്ന് മുസ്ലിമാണോ? യൂസുഫ് നബി അലൈഹി സ്വലാം പ്രവാചകത്വ പദവിയിൽ എത്തിയിട്ടുണ്ടോ? ഇനി സലീഖ അന്ന് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സിലെ വികാരമാണത്. തെറ്റായ ചിന്ത ഒരാൾ ചിന്തിച്ചു, അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ടോ?
ഇതൊക്കെ ആലോചിച്ചിട്ട് മതി ഭയങ്കര പോക്കാണല്ലോ, നഅൂദുബില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചു പോകരുത് കേട്ടാ. അങ്ങനെ വിവാഹം കഴിഞ്ഞു, മാഷാ അല്ലാ, എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുണ്ടാവും. അവർ നബിയെ ശുശ്രൂഷിച്ചുകൊണ്ടും പിന്നെ ആരാധനയിൽ മുഴുകിക്കൊണ്ടും ഒരു യഥാർത്ഥ ഗൃഹനായികയായി ജീവിതം സമാരംഭം കുറിച്ചു. രാജ്യകാര്യങ്ങളിൽ നിന്ന് സ്വസ്ഥത ലഭിക്കുമ്പോഴൊക്കെ സലീഖ ബീവിയുമായി സഹവസത്തിനും അവർക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നവനും യൂസുഫ് നബി അലൈഹിസ്സലാം ഉത്സുകനായിരുന്നു. നീണ്ട വർഷങ്ങളുടെ പ്രണയയാത്ര അവസാനം സാഫല്യമായി തീരുകയാണ്. കണ്ടോ, കുറെ ആൾക്കാർ അൽഹംദുലില്ലാ എന്ന് എഴുതുന്നുണ്ടോ? അതങ്ങനെ സാഫല്യമാകാതെ അത് കഥ പോയിരുന്നുവെങ്കിൽ, സലീഖ ബീവി അങ്ങനെ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്രമേൽ വേദനാജനകമായിരുന്നു അത്, അല്ലേ? എത്രമേൽ വേദനാജനകമായിരുന്നു അത്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതൊക്കെ അള്ളാഹു തിരിച്ചു കൊടുക്കുകയാണ്. അതാ ക്ഷേമത്തിൻ്റെ 7 വർഷങ്ങൾ കഴിഞ്ഞുപോയി, ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ കടന്നു വരികയാണ്. പട്ടിണിയുടെയും ദുരിതത്തിൻ്റെയും വേനൽക്കാലം മിസ്രിലേക്ക് കടന്നു വരികയാണ്. ആഹ്ലാദ നിർഭരമായ 7 വർഷങ്ങൾക്ക് ശേഷം 7 വർഷങ്ങൾ മഴ പെയ്തില്ല. ജീവികൾ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു, സന്താനോൽപാദനം നിലച്ചു. അനാവൃഷ്ടി നിമിത്തം ഒരു പുല്ലുപോലും മുളച്ചിരുന്നില്ല. പക്ഷികൾ കൂടുകെട്ടുകയോ മുട്ടയിടുകയോ ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, അതിശയോക്തിപരമാണ് ആ പരാമർശം എങ്കിൽ പോലും ആ കാലഘട്ടത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു സാഹചര്യത്തെ, ക്ലൈമറ്റിനെ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. മിസ്റുകാർ വിശപ്പടക്കാൻ കഴിയാതെ ആയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമയോട് സങ്കടം പറയാൻ തുടങ്ങി. യൂസുഫ് നബി അലൈഹി സ്വലാം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഓരോ ധനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ, അനുയോജ്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ഫുഡല്ല, തികയുന്ന രീതിയിലുള്ള റേഷൻ വ്യവസ്ഥ കൊണ്ടുവന്നു. ജനങ്ങൾ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന നാണയങ്ങൾ കൊടുത്ത് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. 2-ാം വർഷമായപ്പോൾ ആഭരണങ്ങൾ പണയം വെക്കാൻ തുടങ്ങി. 3-ാം വർഷമായപ്പോൾ അടിമകളെയും വെള്ളാട്ടികളെയും പ്രതിഫലമായി കൊടുത്തു ഫുഡ് വാങ്ങാൻ തുടങ്ങി. 4-ാം വർഷമായപ്പോൾ ആടുകളെയും ഒട്ടകങ്ങളെയും കൊടുത്ത് ഫുഡ് വാങ്ങാൻ തുടങ്ങി. 5-ാം വർഷമായപ്പോൾ അവരുടെ ഭൂസ്വത്തുക്കൾ വിൽക്കാൻ തുടങ്ങി. 6-ാം വർഷമായപ്പോൾ നമ്മുടെ ഹുസൈൻ ദേശമംഗലം നിരന്തരമായി ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഹുസൈൻ എന്നെ തോന്നുന്നുണ്ട്. ജസാക്കല്ലാ. മറ്റുള്ളവരിലേക്ക് അതിങ്ങനെ എത്തി. ലൈക്ക് അടിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, എന്താ അതിന് പറയാൻ, തൊട്ടാണ് പറയാം, നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ ആൾക്കാർ ലൈവിലേക്ക് വരും. അതുകൊണ്ടാണ് ജസാക്കല്ലാ പറഞ്ഞത് കേട്ടോ. അല്ല അതിൽ ലൈക്ക് അടിച്ചുകൊണ്ട് എനിക്കെന്താണ്. 6-ാം വർഷമായപ്പോൾ സ്വന്തം ആളുകളെ തന്നെ വിൽക്കാൻ തുടങ്ങി, അടിമകളായി വിൽക്കാൻ തുടങ്ങി. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വിൽക്കാൻ തുടങ്ങിയ ആൾക്കാർ. നമുക്കത് അതിശയോക്തി ഒന്നും ആ കാര്യത്തിൽ തോന്നണ്ട. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാവും. 7-ാം വർഷമായപ്പോൾ ജനങ്ങൾ അസീസ് രാജാവിൻ്റെ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ അടുത്ത് വന്ന് പരാതി പറയാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു കാര്യം പ്രധാനപ്പെട്ടത് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിവാഹം കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ 2-3 പേജ് വിട്ടുപോയ ഘട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി. ഈജിപ്തിൻ്റെ റയ്യാൻ രാജാവ് ആ സമയത്ത് ഏകാന്ത ജീവിതത്തിലേക്ക് പോവുകയും മിസ്ർ അസീസ് എന്ന് പറയുന്ന പ്രവിശ്യ ഭരണാധികാര സ്ഥാനത്ത് നിന്ന് കൻആനിൻ്റെ മുത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമയെ ഈജിപ്ത് എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ രാജപദവിയിലേക്ക് പിടിച്ചിരുത്തി റയ്യാൻ രാജാവ്. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല, പ്രവിശ്യ ഭരണാധികാരിയല്ല, ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാണ് സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാം. മാഷാ അല്ലാഹ്. അങ്ങനെ ജനങ്ങൾ വന്ന് പരാതി പറയാൻ തുടങ്ങി. 7 കൊല്ലത്തെ 7 ഘട്ടം നിങ്ങൾ കണ്ടോ? അത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ, ഇനി ആവർത്തിക്കുന്നില്ല. 7-ാമത്തെ കൊല്ലം ജനങ്ങൾ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി ഞങ്ങൾക്ക് വാങ്ങാൻ സമ്പത്ത് കയ്യിലില്ല. അപ്പോൾ ഇനി
9 മാസം കൂടി കടന്നു പോകണം. 7ാമത്തെ കൊല്ലത്തിന്റെ തുടക്കത്തിലാണ് ഇത് ഉണ്ടായത്. ഇനി 9 മാസം കൂടി കടന്നു പോകണം. യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, ധാന്യം ഇനിയും ഉണ്ടായിരിക്കും ഇവിടെ. കാരണം എന്താ? സംഭരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ മറന്നോ? സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേമകാലത്ത് ഭക്ഷണം കുറച്ചുപയോഗിച്ച് ക്ഷാമകാലത്തേക്ക് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് ധാരാളം ധാന്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടതാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജനങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടതാണ് പറഞ്ഞത്. അവരൊട്ടകത്തെ കൊടുത്ത്, കാശ് കൊടുത്ത്, അടിമകളെ കൊടുത്ത്, തങ്ങളുടെ ആളുകളെ തന്നെ കൊടുത്ത് സമ്പത്ത് വിഭവങ്ങൾ വാങ്ങിയിരുന്നത്. അപ്പോഴും സിവിൽ സപ്ലൈസിന്റെ ഗോഡൌണിൽ ടണ്ണ് കണക്കിന് ധാന്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞു പ്രഭോ, ഇപ്പോഴോട്ടെ ഞങ്ങൾ അടിമകളാണ്. ആ സ്ഥിതിക്ക് ഞങ്ങളുടെ പക്കൽ പണം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? യൂസുഫ് നബി അലൈഹി സ്വലാം അപ്പൊ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സർക്കാരിൽ നിന്ന് തന്നെ ആഹാരം നൽകാൻ പോവുകയാണ്. വാവ്, അമേസിങ്! സിവിൽ സപ്ലൈസ് പ്ലാനിങ്ങിന്റെ അടിസ്ഥാനപരമായ ബേസിക് ഇൻഫർമേഷൻ ആണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഇപ്പൊ കിറ്റൊക്കെ കൊടുക്കണ കാലല്ലേ? ക്ഷാമകാലം, പ്രളയം വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കിറ്റ് കൊടുത്തില്ലേ? ഈ ഗവൺമെന്റ് അല്ല, മറ്റൊരു ഗവൺമെന്റ് ആണെങ്കിലും കൊടുക്കണം അത്, അല്ലേ? നോക്കൂ, അപ്പൊ ഇനി ഗവൺമെന്റ് നിങ്ങൾക്ക് 5 പൈസ ഇല്ലാതെ റേഷൻ കണക്കാക്കി നൽകാൻ പോവുകയാണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചു. ദീർഘദൃക്കായ ഒരു ഭരണാധികാരിയുടെ പ്ലാനിങ് സക്സസ് ആകാൻ പോവുകയാണ്, അല്ലേ? അങ്ങനെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ജനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു വന്നു. ഹബീബിങ്ങളെ, യാത്രാ സംഘങ്ങളെ, അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ അത്ഭുതപ്പെട്ടു പോയി. അവർ അത്യത്ഭുതത്തോടെ ഈജിപ്തിനെ നോക്കി. കാരണം അവരൊന്നും സംഭരിച്ചു വെച്ചിട്ടില്ലായിരുന്നു. ക്ഷാമം വന്നപ്പോൾ എല്ലാവരും ഈജിപ്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത യൂസുഫ് എന്ന് പറയുന്ന അലൈഹിസ്സലാം ഫൈനാൻസ് മിനിസ്റ്ററുടെ ഉജ്ജ്വലമായ പ്ലാനിങ്ങിനെ പ്രകീർത്തിച്ചു. ഇപ്പോഴിതാ ഭരണസാരഥ്യത്തിലിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം റേഷൻ സംവിധാനം നടപ്പിലാക്കുകയാണ്. 9 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഗവൺമെന്റ് ഭണ്ഡാരത്തിൽ നിന്ന് ആളുകൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. ഹായ്, കാലത്തിന്റെ കാവ്യനീതി സംഭവിക്കുകയാണ്. മിസ്റിലും ഷാമിലും ക്ഷാമം ബാധിച്ചുണ്ടായിരുന്നു. മിസ്റിന്റെ പുറത്തേക്കും അത് വ്യാപിച്ചു. കൻആൻ രാജ്യത്ത് അതിശക്തമായ ക്ഷാമം നേരിടുകയാണ്. അവിടുത്തെ ഗവൺമെന്റ് മുൻകൂട്ടി ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യാത്തത് കാരണം കാർഷിക വിളകൾ നശിച്ചുപോയി. കർഷകരുടെ സംഭരണ കേന്ദ്രങ്ങൾ ഇല്ലാതെയായി. ഗവൺമെന്റിന്റെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ ഒരു ധാന്യമണി പോലും ഇല്ലാതെ ജനങ്ങൾ പരസ്പരം ഭിന്നിച്ചും വഴക്കിലേക്കും വഴിമാറിപ്പോകുന്ന സന്ദർഭം ഫലസ്തീനിലെ ഷാമിലെ കൻആനിൽ സംഭവിക്കുകയാണ്. ഹബീബിങ്ങളെ, ഏതാണ് കൻആൻ? 19 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സമാരംഭം കുറിക്കുമ്പോൾ കൻആൻ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ സഞ്ചാരം ആരംഭിച്ചത്. അതെ, ആ കൻആനിൽ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യാക്കൂബ് നബിയുടെ പുത്രന്മാർ തങ്ങളുടെ പുത്രന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു ദിവസം അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം വഴിയോരത്തൊരു കുടിലില് ഏകാന്തമായി കരഞ്ഞും പ്രാർത്ഥിച്ചും ശുക്റിലും ഫിക്റിലും ദിക്റിലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ അരികിൽ പോയിട്ട് മക്കള് പറഞ്ഞു, പിതാവേ, മിസ്റിൽ ഒരു രാജാവുണ്ടത്രേ. മശാ അല്ലാ, മശാ അല്ലാ, മശാ അല്ലാ, മശാ അല്ലാ. പാപ്പാ, മിസ്റിൽ ഒരു രാജാവുണ്ടത്രേ. പ്രജാവത്സനായ രാജാവാണത്രേ അദ്ദേഹം. പൈസ കൊടുക്കാതെ റേഷൻ കൊടുക്കുന്നയാളാണത്രേ അദ്ദേഹം. അതുകൊണ്ട് ഈജിപ്തിലേക്കൊന്നു പോകാൻ അനുവാദം തരുമോ? മിസ്റിലേക്കൊന്നു പോകാൻ അനുവാദം തരുമോ ബാപ്പാ? ആ രാജാവിനെ മുഖം കാണിക്കണം.
കനാനിന്റെ ക്ഷാമത്തിന്റെ വേദന പറയണം. യാക്കൂബിന്റെ മക്കൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കഥ പറയണം. എന്നിട്ട് റേഷൻ എന്തെങ്കിലും തന്നാൽ ആ ഔദാര്യവുമായി മടങ്ങി വരാൻ ഞങ്ങൾക്ക് പോകാൻ അനുവാദം തരണേ എന്ന്. അതെ, നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഈ സഹോദരന്മാരാണ് എന്നെ തല്ലല്ലേ ഇക്കാക്ക, ഉപ്പ തന്ന വെള്ളം ഇത്തിരി തരുമോ? തോളിലേറ്റ് നടന്ന റാഹീൽ ഉപ്പയുടെ കണ്ണ് കടന്നു കഴിഞ്ഞു പോയപ്പോ നിലത്തേക്ക് യൂസുഫിനെ ഇട്ട് നടക്കടാ യൂസുഫേ എന്ന് പറഞ്ഞപ്പോഴ്, പിറകിൽ നിന്ന് അടിച്ചപ്പോഴ്, ഇക്കാക്കമാരേ എനിക്ക് ദാഹിക്കുന്നു വെള്ളം തരണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പൊന്നുമോൻ യൂസുഫിന് വേണ്ടി കുടിക്കാൻ തയ്യാർ ചെയ്തു കൊടുത്ത വെള്ളം നിലത്തേക്കിട്ട സഹോദരന്മാരില്ലേ? തീർന്നില്ല. കനാന്തകാരം മുറ്റി നിൽക്കുന്ന കിണറിന്റെ ഉള്ളിലേക്ക് യൂസുഫിനെ എറിയുമ്പോ ഇക്കാക്കമാരേ എൻ്റെ ഉപ്പ എന്നെ കാണാതെ കരയൂലേ എന്ന് ചോദിച്ച യൂസുഫിന് ഓർമ്മയില്ലേ? അടിമച്ചന്തയിലേക്ക് 40 വെള്ളിക്ക് വേണ്ടി കച്ചവടം ചെയ്ത് തിരിച്ചയച്ച് കാലിലും കയ്യിലും ചങ്ങലയുമായി കടന്നുപോയ ബാലനായ യൂസുഫിന് ഓർമ്മയില്ലേ? ഇക്കാക്കമാരേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോ പോടാ യൂസുഫേ എന്ന് പറഞ്ഞ സഹോദരന്മാരെ കണ്ടോ നിങ്ങൾ? ആ സഹോദരന്മാരാണ് യാക്കൂബ് നബിയുടെ മുന്നിൽ നിന്ന് പറയുന്നത്, ഉപ്പ മിസ്രിൽ ഒരു രാജാവ് വന്നിട്ടുണ്ടത്രേ, പ്രജാവത്സനായ രാജാവാണത്രേ, അയാൾ വെറുതെ സമ്പത്ത് കൊടുക്കുന്നുണ്ടത്രേ, അതുകൊണ്ട് കനാനിലും മിസ്രിന്റെ കീർത്തി ഇട്ടിട്ടുണ്ട് വാപ്പാ, ഒന്ന് പോകാൻ അനുവാദം തരുമോ? മിസ്രിലെ രാജാവിന്റെ കീർത്തി ഈജിപ്തിൽ നിന്ന് കനാനിൽ എത്തിയിട്ടുണ്ട്. യാക്കൂബ് നബി അറിഞ്ഞിട്ടുണ്ട്. പുത്രന്മാര് പറഞ്ഞു, ഞങ്ങൾ കേവലം നിർദ്ധരനാണല്ലോ വാപ്പാ, ഞങ്ങൾ പട്ടിണിക്കാരാണല്ലോ വാപ്പാ, രാജാക്കന്മാരും മന്ത്രിമാരും കൊട്ടാരത്തിലെത്തുമ്പോൾ കാണിക്ക വെക്കാൻ പറ്റിയ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ വാപ്പാ, രാജാവിനെ കൺപാർക്കാൻ പോകുമ്പോൾ ഹദിയ കൊടുക്കണം, റേഷൻ വാങ്ങാനാണ് പോകുന്നതെങ്കിലും ഞങ്ങൾ വിദേശികളാണ്, രാജാവിന് എന്തെങ്കിലും കാണിക്ക കൊടുക്കണം. യാക്കൂബ് പറയുകയാണ് അലൈഹിസ്സലാം, അസീസ് വലിയ ഔദാര്യമാണെന്നല്ലേ ആളുകൾ പറയുന്നത്. അസീസ് പറഞ്ഞ രാജപദവിയുടെ പേരാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് യൂസുഫ് എന്ന് പറയാത്തത്. ഈജിപ്തിലെ രാജാവ് വലിയ ഔദാര്യവാനാണെന്നല്ലേ ആളുകൾ പറയുന്നത്. ഔദാര്യവാന്മാർ വില കുറഞ്ഞ സംഭാവനകൾ സ്വീകരിക്കുന്നതല്ല, മനസ്സിലായോ? ഔദാര്യമുള്ള ആളുകൾ വില കുറഞ്ഞ ഏതെങ്കിലും സംഭാവന സ്വീകരിച്ചുകൊണ്ട് വിലയേറിയ സാധനങ്ങൾ കൊടുക്കുന്നതല്ല, കൊടുക്കും. ഔദാര്യന്മാർ എന്ത് വില കുറഞ്ഞ സാധനം കാണിക്ക വാങ്ങിയിട്ടാണെങ്കിലും വില കൂടിയ സാധനങ്ങൾ കൊടുക്കും. അപ്പൊ ഈ കാണിക്ക എന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു ഔപചാരികതയാണ് കേട്ടോ, ഒരു പ്രോട്ടോകോൾ മാത്രമാണ്, അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളതല്ല. വലിയ വലിയ രാജാക്കന്മാരൊക്കെ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഭയങ്കര ഒരു പോയിന്റാണ്. ഔദാര്യവാനാണെന്നല്ലേ പറഞ്ഞു കേട്ടത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വില കുറഞ്ഞതും കൊടുത്തോ. അപ്പോൾ ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയുന്ന ഒരു പാഠം ഇതിൻ്റെ പിന്നിലുണ്ട്. റൈറ്റ്? അപ്പോൾ ആരെങ്കിലും ചാവക്കാടക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നാൽ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിലും വല്ല മിഠായിയോ റസ്കൊക്കെ വാങ്ങിയിട്ട് വരാം. ഗിഫ്റ്റല്ലേ വേണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി. പുത്രന്മാര് പറഞ്ഞു, വലിയൊരു മഹാന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഹബീബിങ്ങളെ അവരുടെ വാക്ക് കേൾക്ക്. പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ആരാണ് ഈ പറയുന്നത്? നേരത്തെ പറഞ്ഞ സഹോദരന്മാർ. ഒരു മഹാന്റെ മുന്നിലേക്കല്ലേ നമ്മൾ പോകുന്നത്. തുച്ഛമായ സംഭാവന ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു പിതാവേ. യാക്കൂബ് പറഞ്ഞു, സംഭാവന നിസ്സാരമായിക്കൊള്ളട്ടെ, ഗിഫ്റ്റ് എത്രയോ നിസ്സാരമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബ മഹാത്മ്യം അദ്ദേഹത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം.
ഞങ്ങളുടെ വാപ്പ പ്രവാചകനാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പിതാമഹൻ പ്രവാചകനാണ്. ഈ കുടുംബത്തിന്റെ മാഹാത്മ്യം നിങ്ങളൊന്ന് പറയണം. കൂട്ടത്തിൽ താൽക്കാലികമായ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും പറയണം. കണ്ടോ എത്ര സൂക്ഷ്മമാണ് ആ മഹാന്റെ വാക്കുകള്. പോയിന്റ് നമ്പർ 1 ഇതാണ് ഞാൻ പറഞ്ഞു. യൂസുഫ് ഖിസ്സ പറഞ്ഞിട്ട് നിങ്ങളെ കോരിത്തരിപ്പിക്കലല്ല ഈ നൈൽ നദിയുടെ തീരങ്ങളിലൂടെയുള്ള യാത്രയുടെ ഉദ്ദേശം. പകരം വർത്തമാനകാലത്തെ മുസ്ലിമിന് വലിയ പാഠം അതിലുണ്ട് കേട്ടോ. ഒന്ന്, സംഭാവനയല്ല, ഗിഫ്റ്റ് എത്ര നിസ്സാരമായിക്കൊള്ളട്ടെ, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകുക എന്നുള്ളതാണ്. അത് വലുതാകണമെന്നില്ല. നിങ്ങളുടെ അയൽപ്പക്കത്തേക്കോ നിങ്ങളുടെ ഫാമിലീസിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളെയാണ് കാണാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയാണ് കാണാൻ പോകുന്നതെങ്കിൽ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കയ്യിൽ വാങ്ങണം. ഇത് ഈ പാഠം പഴയ കാലത്തെ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ ജീവിച്ച ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. ഇത്രമേൽ ടെക്നോളജി ഇല്ലാത്ത, ഇത്രമേൽ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളില്ലാത്ത ഒരു കാലത്ത് ജീവിച്ച പരമദരിദ്രരും വലിയ ബോധവുമില്ലാത്ത ഒരു ജനതയായിട്ട് പോലും അവർ അത് പാലിച്ചിരുന്നു. എങ്ങോട്ടെങ്കിലും എനിക്കെൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരും. ഇപ്പോഴും അങ്ങനെയൊന്നും കാണുന്നില്ല. ആൾക്കാർ അതൊക്കെ ഒരു നാണക്കേടായി കരുതിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപൂർവ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടാവും, പക്ഷെ അതൊന്നും ഒരു സിസ്റ്റം അല്ലാതെ ആയിപ്പോയി, ഇല്ലേ? നോക്കൂ നിങ്ങൾ, ഗിഫ്റ്റ് ഈസ് ദ സിംബൽ ഓഫ് ലവ്. അത് പ്രണയത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. വാക്കുകൊണ്ട് നമ്മൾ ദിവസം ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ സന്താനങ്ങൾക്ക്. അതൊരു ഇപ്പോൾ ഒരു എന്താ പറയുക, അവരൊരു ജന്മദിനാന്ന് എഴുതിക്കോളൂ. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വില കുറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുത്ത് നോക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ഡ്രസ്സോ ഒരു കേക്കോ. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാം പറയാണ്, നിസ്സാരമായതായിക്കോട്ടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹാത്മ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ വലിയ ഗിഫ്റ്റ് ഒന്നും തരാനില്ല, ഞങ്ങളൊരു പ്രവാചകന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, ദാരിദ്ര്യമില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് താൽക്കാലികമായ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്നാണ്. ഭയങ്കരമായി ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പാടിലാണ്, അല്ലാതെ ഞങ്ങൾക്ക് കുറേ കാലം ജീവിക്കാതെ തരണമെന്നൊന്നും പറയണ്ട, താൽക്കാലികമായിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി. കണ്ടോ നിങ്ങൾ ആ വാക്കിൻ്റെ ഒരു 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 സൂക്ഷ്മത കണ്ടോ നിങ്ങൾ? അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ഉത്തരവുമായി ആ സഹോദരങ്ങൾ ഈജിപ്തിലെ രാജാവിനെ കാണാൻ വേണ്ടി ക്ഷാമം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിലായി പോയ ഫലസ്തീനിലെ കൻആം എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് സമ്പന്നമായ ഈജിപ്തിന്റെ കൊട്ടാരത്തിലേക്ക് ജ്യേഷ്ഠ സഹോദരങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ നിൽക്കൂ നിങ്ങൾ, കാലത്തിന്റെ ഒരു കാവ്യനീതി പോലെ അവിടെ സംഭവിക്കുകയാണ്, അല്ലേ? ഇപ്പോഴും യൂസുഫാണ് അവിടെ ഭരിക്കുന്നത് ഒന്നും അറിയാതെ ഇതാ അവരങ്ങോട്ട് പോവുകയാണ് യൂസുഫിനെ കാണാൻ വേണ്ടി. സഹോദരന്മാർ ഈജിപ്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സഹോദരന്മാർ ഈജിപ്തിലെത്തുന്ന ഈ ചരിത്രത്തിലെ ഏറ്റവും അതിനിർണായകമായ മുഹൂർത്തത്തിലേക്ക് പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. താങ്ക് യു ആൾ. വെള്ളം കുടിക്കട്ടെ കേട്ടോ. പാടി നേതാവേ എന്നെ മാതിഹ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ.
മധു മാത്രം വേറെ ശിഫയില്ല മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ നിലാവേ മാനസം സ്വൈവായി ചേത്തിവൻ പാടി നേതാവേ എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ നാടു ഹബീബിങ്ങളെ നാടുനീളെ ഞാൻ നടന്ന് നാവിലങ്ങു നിറഞ്ഞു നിന്ന് നാടുനീളെ ഞാൻ നടന്ന് നാവിലങ്ങു നിറഞ്ഞു നിന്ന് എന്തെങ്കിലും ദുആ ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളി, നമുക്ക് ദ്വാരന്ന് പിരിയാം. നായകനായി മാറിടണമൊന്ന് എന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഹബീബിങ്ങളെ ബിഹക്കി മുഹമ്മദീൻ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളും, മറ്റുള്ളവർക്ക് എത്തട്ടെ. ഈജിപ്തിലേക്ക് സഹോദരന്മാർ പോകുമ്പോൾ അടുത്ത എപ്പിസോഡിൽ ധാരാളം നമ്മുടെ ഹബീബിങ്ങൾ വർദ്ധിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യം അവിടെ അഡ്മിൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ അതിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് പങ്കെടുക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി ദുആ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, നമുക്ക് ദുആ ഇരുന്നിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. നാളെ റൂഹ് പിരിയാൻ കനിയണം തിരു ഹളറത്തിൽ നിന്ന് മണിമുത്ത് നൂറൊളിവേ മധുഹോദി ഞാൻ ഫൈസൽ ദുആ ഇൻഷാ അല്ലാഹ്. മാനസം സ്വൈവായി ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ ആരിഫ ഷിഹാബ്, മഹബൂബ് അവിടെ ഷിഹാബ് മാഷിന്റെ വീട്ടിലത്തെ അല്ലേ? പൊന്മാണിക്കുടം അല്ല, അതല്ല. ഇൻഷാ അല്ലാഹ്. ഇർഷാദ് ഉപ്പള കോളേജ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചതുകൊണ്ട് വ്യാഴം വെള്ളി എല്ലാ ദിവസവും ലൈവ് കാണാൻ പറ്റില്ല. ഉമ്മയുടെ ആഫിയത്തിനായി അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ ഷാജി അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഉമ്മയുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ആരൊക്കെയോ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തിൽ എഴുതുന്നുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയിട്ടുണ്ട്. മരിച്ചുപോയ ഉപ്പയുടെ ഉമ്മയുടെയും പേര് വാപ്പ് വിളിക്കുക. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. കട്ടിലയുടെ കാലിനൊരു അതാരാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്? അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. മോനെ ജാമിയ നൂരി കോളേജിൽ ചേർത്തിട്ടുണ്ട് അബൂ സിനാൻ. അള്ളാഹു നല്ല ആലിമും ദാഴിയുമായി അള്ളാഹു അവരുടെ മോനാക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അങ്ങനെ അതാക്കട്ടെ. വീടിന് വേണ്ടി ദുആക്ക് അബ്ദുൽ വാഹിദ്. അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും നീ സൗകര്യപ്രദമായ വീട് നൽകണേ തമ്പുരാനെ. അബൂ താഹിർ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ ആഘോഷിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഈ ആഘോഷം എന്നുള്ളതൊക്കെ ഏത് രൂപത്തിലാന്നുള്ളത് ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം അനുവദിച്ച രീതിയിലൊക്കെ ആഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ചോദ്യത്തിനാണ് മറുപടി. ഇനി അവിടെ അന്ന് ഡാൻസ് വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വേറെ ചോദ്യമാണ്. ഓക്കെ, ഹലാലായ ഉദ്ദേശം പറഞ്ഞു. അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശങ്ങളെ നിറവേറ്റി തരണമേ തമ്പുരാനെ. നാട്ടിൽ വരണമെന്നുണ്ട് അനുകൂല സാഹചര്യം പഠിച്ചവനെ. പ്രവാസികളായ സഹോദര നാട്ടിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാൻ. ഷാഹിദ സയ്യിദത്ത്, ഹബീബായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് തോന്നുന്നില്ലേ. ഉമ്മക്ക് സുഖമില്ല അൻവി ഹമീദ്. അള്ളാഹുവേ നീ ശിഫ നൽകണമേ തമ്പുരാനെ. ഷിയാവുമില്ല കോയ തങ്ങൾ ഉസ്താദ് വലിയമ്മക്ക് അസുഖമായി ഹോസ്പിറ്റലാണ്. സോഡിയം കുറഞ്ഞ് രക്തം കുറവാണ്, വല്ലാത്ത അവസ്ഥയിലാണ്. ഹബീബിങ്ങളെ എല്ലാവരും ആമീൻ പറയട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ആമീൻ പറഞ്ഞാൽ നമ്മുടെ കാര്യം അതിലോട്ട് പോകും.
അള്ളാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ. അള്ളാഹുബിൽ സർബന്നാസ് വഷ്ഫി അന്ത ഷാഫി ലാ ശിഫ ഇല്ലാ ശിഫാഉക ശിഫ ലാ യുഗാദിറു സഖമൻ വലാ അലമ ലാഹിരിയം ബാത്തിനിയം റുഹാനിയം ജിസ്മാനിയം ശൈത്താനിയം ജിന്നിയം സീരിയം വൈനിയം ബിഹഖി അലിഫ് ലാം മീം കാഫ് ഹാ യാ ഹിമായത്തുന യാ റബ്ബൽ ആലമീൻ. കടങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ, കോഴ്സ് പാസ്സാകാൻ അല്ലാഹുവേ ഞങ്ങളെയും അവരുടെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഋഷൂറശാൽ പടച്ചവനെ അവർക്ക് വീട് നീ നൽകണമേ തമ്പുരാനെ. ഉമ്മയുടെ അസുഖം മാറാൻ ജസാം അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും മാതാപിതാക്കൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. ഷീബ യൂസുഫ് അലി അവരുടെ അസുഖത്തിന് നീ ശിഫ നൽകണമേ തമ്പുരാനെ. കുറേ ആൾക്കാർ വീട് പണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്നലെ നമ്മുടെ യാത്രാ സംഘത്തിലെ ഒരാൾ ദ്വാ ചെയ്യുന്ന അവരുടെ സഹോദരി ഗൾഫിൽ അസുഖബാധിതയാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ എന്നും കമൻറ്റ് ചെയ്യുന്നുണ്ട്. രോഗശമനം നൽകട്ടെ അള്ളാഹു, രോഗശമനം നൽകട്ടെ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെക്സ്റ്റ്, ലത്തീഫ് കുന്നുംപുറത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എന്നും ദ്വാരക്കാൻ പറയാം. എന്തോ ഒരു സ്നേഹമുള്ള ഭർത്താവാണല്ലേ. എല്ലാ ദിവസവും ദ്വാരക്കാൻ പറയുന്നുണ്ട്. അള്ളാഹു സാലിയായ സന്താനത്തെ കൊടുക്കട്ടെ. ബാദുഷാ അൻവരി ആൻഡമാൻ എന്തായി? മറന്നുപോയി. ഇന്ന് വേണമെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ കേട്ടോ ഇൻഷാ അല്ലാ. ഹാജറ ഹജു സ്വന്തമായ ഒരു കൊച്ചു വീടിന് വേണ്ടി, മരിച്ചുപോയ പിതാവിന് വേണ്ടി അള്ളാഹു മരിച്ചവർക്കൊക്കെ മഫ്റത്ത് കൊടുക്കട്ടെ. അവർ വീട് പണി എത്രയും പെട്ടെന്ന് അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ. ന്യൂനിസൻക്ക് കല്യാണത്തിൻ്റെ തീയതി കൂടി പറയൂ ഉസ്താദ്, ദിവസം കുറവല്ലേ. കല്യാണത്തിൻ്റെ തീയതി എന്നാണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 1st വീക്കിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാമല്ലോ. ഇതിൽ സലീക്കയും സുലൈഖയും തമ്മിൽ എന്താ വ്യത്യാസം? സലീക്ക എന്നുള്ളതാണ് ശരിയായ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ്. നമ്മൾ മലയാളത്തിൽ സുലൈഖ എന്ന് പറഞ്ഞെന്ന് മാത്രം. സുലൈഖ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമല്ല കേട്ടോ. ആക്കിബത്ത് നന്നാവാൻ കുറച്ചോനെ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമീൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അവസാനം പറഞ്ഞ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമെന്ന ഒരു പ്രവാചകൻ പോലും മനം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആഖിബത്ത് അല്ലാഹു നമ്മുടെയൊക്കെ നന്നാക്കി തരട്ടെ. കടം വീടാൻ വേണ്ടി കുറേ ആൾക്കാർ ഉദാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെ കടം വീട്ടി തരട്ടെ. അയ്യൂബ് കാട്ടൂർ, ഉമ്മയുടെയും ഉപ്പയുടെയും ഖബർ അള്ളാഹു രണ്ടുപേർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അബൂ സിദ്ദീഖ് വീട് പണി ശരിയാകാൻ. അള്ളാഹുവേ വീടില്ലാത്ത ഒരുപാട് സഹോദരൻ എന്താല്ലേ നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഇത് പറയണതൊക്കെ. വീടുകളില്ലാത്ത എത്ര ആൾക്കാരാണ്. ഒരു ചെറിയ ലൈവിൽ പോലും ആൾക്കാർ വീടില്ലാത്തത് ആരൊക്കെ പറയണുണ്ടോ? അപ്പം നമ്മൾ സ്വയം പര്യാപ്തമായില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? എത്ര ആൾക്കാരാണ് വീട് പണി തുടങ്ങാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അതില്ലാത്ത വിഷമമൊക്കെ അനുഭവിച്ച ആൾ കൂടിയാണ് ഞാൻ. ഇർഷാദ് ഉസ്താദ് ഞങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഹിൽമിലും ഹിഫുദിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഏകദേശം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ദുആ ചെയ്ത് പിരിയല്ലേ. വീട് പണി പൂർത്തിയാക്കാൻ അബ്ദുൽ മുനീർ, ഷാനി ഖദീജ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ രാജ സയ്യിദായ അൽ മാലിക്കുൽ മുലൂക്കായ ഗഫൂറുർ റഹീമായ കൂട്ടണേ തമ്പുരാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചോനെ നീ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമേ റഹ്മാനെ.
അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമേ റഹ്മാനേ. മരണസമയത്ത് കലിമ നൽകണേ അല്ലാ. നിന്റെ ഖബർ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ തമ്പുരാനെ. പലവിധമായ രോഗങ്ങളാൽ, അസുഖങ്ങളാൽ, പ്രയാസങ്ങളാണ് തമ്പുരാനെ. യൂസുഫ് നബി അലൈഹി സ്വലാമെ തവസ്സുൽ ചെയ്ത് ചോദിക്കുന്നു തമ്പുരാനെ, നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. ശമനം നൽകണേ റബ്ബേ, ശമനം നൽകണേ റഹ്മാനെ, ശമനം നൽകണേ അല്ലാ. COVID-19 പോസിറ്റീവായി നിൽക്കുന്ന ആളുകളുണ്ട്, നീ ശിഫ നൽകണേ തമ്പുരാനെ. പനി ബാധിച്ചവരുണ്ട്, നീ ശിഫ നൽകണേ തമ്പുരാനെ. മറ്റു ലോകങ്ങളുള്ളവരുണ്ട്, ശിവ നൽകണേ തമ്പുരാനെ. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ശിവ നൽകണേ റബ്ബേ. കുടുംബപരമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സമാധാനം നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ തമ്പുരാനെ. പരീക്ഷകളിൽ വിജയം നൽകണമേ തമ്പുരാനെ. ഹിഫുദിന് പഠിക്കുന്നവരുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഹാഫിലീങ്ങളും ഹാഫിലാത്തുകളും ആക്കണമേ തമ്പുരാനെ. ഭൗതികമായി പഠിക്കുന്നവർക്കുണ്ട്, അവർക്ക് നീ ഉന്നതമായ വിജയങ്ങൾ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകണേ തമ്പുരാനെ. ഇവിടെ വീടുകളിൽ കച്ചവടം ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, അധ്യാപനം ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, ഡ്രൈവർമാരായവർ, പലവിധ തൊഴിലുകളിലുള്ളവരുണ്ട്, ബർക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണം അല്ലാ. സമാധാനം നൽകണം അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, ഈ യാത്രാ സംഘത്തിലെ ഹബീബുമാർ, എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം അല്ലാ. സമാധാനം നൽകണം അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാലീങ്ങളാക്കണം അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കളോ സഹോദരിമാരുടെയോ സഹോദരന്മാരുടെ മക്കളോ ഒക്കെ ഉള്ളവരുണ്ട്, അവരുടെ വിവാഹ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. വിവാഹം നിശ്ചയിക്കപ്പെട്ടവരൊക്കെ ഉണ്ട്, സന്തോഷകരമായി പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ. ഈയിടെയായി വിവാഹം കഴിഞ്ഞു പോയവരുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ റാഹത്ത് നൽകണേ തമ്പുരാനെ. പടച്ചോനെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മുത്തഅല്ലിമീങ്ങൾ ഒരുപാട് നമ്മുടെ ഹബീബന്മാരുടെ കൂട്ടത്തിലുണ്ട്, വാഫിമാർ, വഫിയമാരായ കുറേ ആളുകൾ. നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. പട്ടിക്കാട് കോളേജിൽ, മറ്റു കോളേജിലും പഠിക്കുന്നവരുണ്ട്, ദാറുൽ ഹുദയിലും വാഫി കോളേജിലും പഠിക്കുന്നവരുണ്ട്, മറ്റനേകം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. അല്ലാഹു, ഏത് സ്ഥാപനത്തിലാണെങ്കിലും ദീനീ ഉലൂം പഠിക്കുന്ന സകല മുത്തഅല്ലിമീങ്ങളെയും നീ ഉഖ്റവിയായ ആലിമീങ്ങളും ദായികളുമാക്കണം അല്ലാ. പടച്ചവനെ, കടക്കാരുണ്ട്, കടം വീട്ടിത്തരണം അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല റഹ്മാനേ. ഷഹീദ് പോലും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നാണ്, നീ ഞങ്ങളെ കടക്കാരായി മരിപ്പിക്കല്ല റഹ്മാനേ. വീടില്ലാത്ത ആളുകളുണ്ട് റബ്ബേ, ഒരു വീട് വെക്കാനുള്ള സൗകര്യവും സംവിധാനവും സമ്പത്തും നീ നൽകണം അല്ലാ. പടച്ചവനെ, മാനസികമായി രോഗമുള്ളവരുണ്ട്, ശിവ കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. പടച്ചവനെ, യാത്രാ സംഘത്തിലെ മുഴുവൻ ആളുകളെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഇവിടെ പറയാത്തതും പലതും മനസ്സിൽ സൂക്ഷിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്, ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, അവരുടെയൊക്കെ മനസ്സ് എന്താ തായാലും ബിസ്മിക്കും മനസ്സബിക്കും നീ അവരുടെ പേരും അവരുടെ തറവാടും അറിയുന്ന റബ്ബേ. നീ അവരൊക്കെ ആഗ്രഹിക്കുന്നത് നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ഉമ്മയുടെ ബ്ലോക്ക് നീ കിട്ടാൻ പടച്ചവനെ, ആ ഉമ്മച്ചിയുടെ അസുഖത്തിന് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹിയും യൂസുഫ് നബി അലൈഹി സ്വലാമയും കാണാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളിന്നിങ്ങനെ പറഞ്ഞു ഹബീബായ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ 14-ാം രാവിൻ്റെ പൂർണ്ണചന്ദ്രത്തിങ്കളേ സയ്യിദുന യൂസുഫ് നബിയെ കാണാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, എത്രയോ രാത്രികളിൽ ഈ വിനീതന് സംസാരിച്ചതിൻ്റെ പ്രതിഫലമായി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം തരണം അല്ലാ. നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകണം അല്ലാ.
ലോകമാന്യത്തിൽ പെടുത്തല്ലേ അല്ലാ. ഭൗതികമായ ഒരു ലക്ഷ്യവും ഞങ്ങളുടെ മനസ്സിൽ നീ ഈ പരിപാടിയുടെ പേരിൽ നൽകല്ല റഹ്മാനെ. ഒരു പരിപാടിയുടെ പേരിലും നൽകല്ല റഹ്മാനെ. പടച്ചവനെ, ധാരാളമായ ആളുകളിലേക്ക് ഇത് എത്തണേ റഹ്മാനെ. അങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ നീ ഒരമല് ചെയ്ത പ്രതിഫലം കൊടുക്കണമേ റഹ്മാനെ. ഇതിൻ്റെ ഹക്ക് കൊണ്ട് നീ അവരുടെ വിധിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടമോ പരീക്ഷണമോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹക്ക് കൊണ്ട് നീ മാറ്റിക്കളയണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം ബിഹഖി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇറ്റപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. ഇറ്റപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. വിമകം ആടിടും മൗത്തിൻ മുൻമൗത്തിടും മുത്ത് മുഹമ്മദരിൻ കദം ഉള്ളേ മുറബി മുർഷിദവരെ നീ തേടി പിടിത്തിടടാ. ഇറ്റപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. ചന്തമിൽ പേശിടും ചിന്തയിൽ തേസിടും ചിപ്പി തുറക്കാൻ മേലാ നിന്റെ ഉള്ളറ. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. സയ്യിദ് ഫായിസ് മുസ്ലിം തങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടതാണോ? ഇത്ര ഉള്ള മനുഷ്യന്മാരെ കണ്ടില്ലേ. അള്ളാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മർഹമത്ത് നൽകണേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണേ റഹ്മാനെ. തൊട്ടു മുമ്പ് വരെ സംസാരിച്ച കുട്ടി ഇപ്പോൾ മരിച്ചു മയ്യത്തായിരിക്കും. സ്വർഗം നൽകണേ അല്ലാ. സിറാക്കി വച്ചதை കണ്ണാടിക്കുൾ പാരടാ. ഇച്ചപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. അന്യത്തിൻ്റിടം വൈരിയത്തിൻ തടം മാറാനായി പൂതി പൂണ്ടേ ചിലർ പാത്ത് പിടിത്ത് കുതിത്ത് മതിത്തിടை ചേർന്തോരും നാത്തിലാടാ. ഇച്ചപച്ചയിൽ നീ നേരിൽ കാണാൻ ആഗ്രഹം. ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. ആശിച്ചു പോയിടും ആശിച്ച പോലിടും അബ്ദിന്റെ ഭയക്കാരായമ്പും ഈ സാധു എഫ്പിയേക്കുൾ ഫഹിലെ നൽകുവോർ ചെങ്കോൽ മാണിക്യമാടാ. ഇച്ചപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. ഇച്ചപച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ. അപ്പോൾ പിരിയാം അല്ലേ? 9:30, 10:30, 11:15. അപ്പോൾ സമയം വൈകുന്നുണ്ട്. നമ്മുടെ കബീർക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും. കബീർക്കൊന്നും ഇപ്പോൾ ലൈവിൽ വരുന്നില്ല പോകുന്നുണ്ട് അല്ലേ? പനി അസുഖമായിരിക്കുകയാണ് പാവം. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അത് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പറയുന്ന വാട്ടർ സപ്ലൈ കാണുന്നില്ല. ഒക്കെ ഓരോരുത്തർക്കും ഓരോ തിരക്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജിന്ന് വീട്ടിലത്തെ ഐഡിയയിലാണ് കാണുന്നത്. എന്നോട് ഇവിടെ പറഞ്ഞു. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് ഉവൈസ് ഉസ്താദ്
നമ്മുടെ വാഫയ്ക്ക് ഇന്നലെ വാഫയ്ക്ക് നിങ്ങൾ ഏതൊരു ഭാഗം വീഡിയോ എടുത്ത് വിട്ടപ്പോൾ അവിടെ കുറേ ആൾക്കാരെ കണ്ടിരുന്നു കേട്ടോ. അവരൊന്നിച്ച് സ്റ്റേജിലൊരു ബോക്സ് വെച്ചിട്ടാണ് ഒന്നിച്ചിരുന്നിട്ടാണ് വളവന്നൂർ ബാഫയ്ക്ക് കോളേജിലെ വിദ്യാർത്ഥികൾ കാണുന്നത്. മാഷാ അല്ലാ, അള്ളാഹു അവരൊക്കെ സാലിഹ്യങ്ങളും നല്ല പ്രഭാഷകന്മാരും ദായികളും വീടിനും നാടിനും കുടുംബത്തിനും ഉപകാരം ചെയ്യുന്ന നല്ല മക്കളാക്കട്ടെ. അല്ലെങ്കിൽ ഇത് എത്രയോ ദിവസങ്ങളായി അവർ ഒന്നിച്ചിരുന്ന് കാണുകയാണ്. ഇന്നലെ ഞാൻ കണ്ടത് ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിൽ കണക്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഒന്നിച്ചിരുന്ന് കാണുകയാണ്. താങ്ക് യു ഓൾ, എല്ലാവർക്കും. അപ്പോൾ പിരിയല്ലേ? തുകുജാമൻ കുജാ തുകുജാമൻ കുജാ തുകുജാമൻ കുജാ. ഷീബ യൂസുഫ് എല്ലാവരും ഉണ്ട്. കുടുംബത്തിൽ എല്ലാവരും ഉണ്ടോ? കുടുംബം ഒന്നിച്ചിരുന്ന് കാണുന്നവർക്കൊക്കെ അസ്സലാമു അലൈക്കും കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല, ബാക്കിയുള്ളവർ ഈ കമൻറ്റിൽ ഞാൻ മറുപടി പറയണല്ലോ. പക്ഷെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് കാണുന്നവരുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറില്ല, കുട്ടികളും മക്കളൊക്കെ മദീന പറയുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങയുടെ സ്ഥാനം എവിടെയാണു നബിയേ, എൻ്റെ സ്ഥാനം എവിടെയാണു നബിയേ, മദീനയുടെ മണവാള. ഹിമകണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതളിൻ്റെ മനോഹര മനോഞ്ച സന്നിഗ്ധതയെ ഹബീബ് മുഹമ്മദ് മുസ്തഫയുടെ മദീനത്തുൽ മുനവ്വറ, അൽ മദീനത്തുൽ മുനവ്വറ തൂ അമീരേ ഹറം, അങ്ങ് ഹറമിൻ്റെ ഇമാമാണ് നബിയേ, മേ ഫഖീറേ അജം, പൗരസ്ത്യനായ വിദേശിയായ അതിഥിയാണ് നബിയേ, യാചകനും ദരിദ്രനുമാണ് ഞാൻ നബിയേ. ആമീൻ യാ റഹ്മാൻ റഹീം. രാവിലെ മദ്രസ ഉള്ളതുകൊണ്ട് കുട്ടികൾ അപ്പോൾ എല്ലാവരും അസ്സലാം പറഞ്ഞു പോയിക്കോളൂ, അസ്സലാമു അലൈക്കും പറഞ്ഞു പോയിക്കോളൂ. നിങ്ങൾ എല്ലാവരും പോയാൽ ഞാൻ പോകട്ടോ. ഞാൻ ഇരുന്ന് നിങ്ങൾ ഇരിക്കുന്നതിന് പേടിയുണ്ട്. എൻ വി ഹമീദ് ഒരു ഒറ്റക്ക് എന്താണ് ഒറ്റക്ക് കാണുന്നവർക്കില്ലേന്ന്. പടച്ചവനെ, ഒറ്റക്കിരുന്ന് കാണുന്നവർക്കും നീ ആഫിയത്തും ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അവർക്ക് എപ്പോഴും ഞാൻ സലാം പറയുന്നുണ്ടല്ലോ. മറ്റത് കുടുംബക്കാരെല്ലാവർക്കും കൂടി ഒന്നിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ. പ്രവാസി തനിച്ചിരുന്ന് കാണുന്നു അബ്ദുള്ള. നീ ധൃതിയുള്ളവരൊക്കെ പോയിക്കോളൂട്ടോ. തീരെ മറുപടി കിട്ടാത്തവരൊക്കെ ഒന്ന് മറുപടി ചെയ്ത് നമ്മൾ അടുത്തിരുന്ന് കാണുന്നത് പോലെയല്ലേ. ലോക്ക്ഡൗൺ സമ്മാനിച്ച ഒരുപാട് നല്ല സന്തോഷങ്ങളുണ്ട്. ഞാൻ മംഗലാപുരത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ നല്ല സാഹിത്യ മലയാളം അറിയാത്ത ആൾക്കാരായിട്ട് പോലും ആവേശകരമായിരുന്നു അവിടുത്തെ ഒരവസ്ഥ. കൂടെ വന്നവർക്കറിയാത്. ഭയങ്കര സ്നേഹം. അവരൊക്കെ പറയാം, ഉസ്താദ് നമ്മൾ ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞവർ. എത്രയോ വർഷങ്ങളായി സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് പോലും അങ്ങനെ ഒരു സന്തോഷവും ആത്മനിർഭരമായ സ്നേഹത്തിൻ്റെ ഒരു സേതുബന്ധനം ഉണ്ടായിരുന്നില്ല. ഗ്രേസ് വാലിയിൽ പോയി മിഞ്ഞാന്ന് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ സ്ഥാപനം. അവിടെയുള്ള രക്ഷിതാക്കളും കണ്ടപ്പോൾ പറഞ്ഞു, അത് ലൈവിൽ പറയുന്ന ഉസ്താദല്ലേ, ഞങ്ങളും ഹബീബിങ്ങളാണെന്ന് പറഞ്ഞു. ഞാൻ ആന്നൊക്കെ പറയാന്നല്ല, എനിക്ക് പേര് ഫേസ്ബുക്കിൽ ID പറഞ്ഞാലല്ലേ അറിയുള്ളൂ, മുഖം കാണുന്നില്ലല്ലോ. ഞാൻ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്നവരെ പിന്നെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട് മാത്രം. ഷാഹിദ കക്കവടി, ഫാത്തിമ ബിന്ദു മുഹമ്മദ്, ഷിഹാബുദ്ദീൻ മലൈബാരി, റഷീദ് ഫൈസി നമ്മുടെ ശരീക്കാണ്. എല്ലാ ദിവസവും കാണുന്ന ആളാണ്. കുടുംബക്കാരോട് കൂടി കാണുന്നു. ഒരുപാട് മരണങ്ങൾ ഉടനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായി. അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അസീന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഐഡിയ ആണ്. അബ്ദുള്ള വാപ്പുട്ടി, ഹിസ്ബുല്ല റിഫായി കൊട്ടുക്കര, അതൊരു പുതിയ ഐഡിയ ആണല്ലോ. ഉസ്താദിന് നമ്പർ ഒന്ന് തരുമോ? എന്തിനാ ഉസ്താദേ നമ്പർ തന്നാൽ ഇപ്പോഴല്ല സ്നേഹം ഇല്ലാതെയാവും. കാരണം ഞാൻ വിളിച്ചെടുക്കില്ല എന്ന് മൊത്തത്തിൽ പരാതിയാണ്. കബീർക്കാരുടെ കോൾ ഇപ്പോൾ ഒന്നും എടുത്തില്ല. തന്നെയാണ് മൊത്തത്തിൽ. ഞാൻ ഫോൺ വന്നെടുക്കില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നോക്കുന്നല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊരു ദുസ്വഭാവം
എൻ്റെ അടുത്തുണ്ട് എടുക്കൂല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്പർ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ജാടയാണെന്ന് പറയും. അടുത്ത് പരിചയമുള്ളവരെന്നത് പറയില്ല. ഫോൺ എടുക്കാൻ ഭയങ്കര മടിയാണ്. നിങ്ങൾ മെസ്സഞ്ചറിൽ അയച്ചോളൂ മെസ്സേജ് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി. ഉസ്താദെ വാട്സപ്പ് ഞാൻ പിന്നെ എന്തായാലും നോക്കും ഇടക്ക്. ഫർഷാന അലൈക്കും സ്സലാം. ഷിഹാബുദ്ദീൻ അബ്ദുറഹ്മാൻ അൽ അസാദി മലോട്ട്. കുറേ കാലമായാലോ കണ്ടിട്ട് ഉസ്താദെ. ഹഫ്സ അബ്ദുൽ കബീർ ഗയ വലൈക്കും സ്സലാം. റിഷൂർ ഷാ അലൈക്കും സ്സലാം. ഷെരീഫ് വളയംകുളം. ഷെരീഫ് വളയംകുളം പുതിയ ഹബീബാണ് കേട്ടാ. സീന അൻസാരി മദീനയോട് മോഹം. അൻഷാദ് ധൃതിയുള്ളവരൊക്കെ പോകാൻ പറഞ്ഞിട്ട് പോകാതെ ഇപ്പൊ കൂടുതൽ ഇത് 207 വന്നല്ലോ. ഹാഷിബ് വെള്ളറക്കാട് അതൊരു പുതിയ ഹബീബാണ്. ഹായ്. കൊളിക്കാട് കുഞ്ഞഹമ്മദ് അലൈക്കും സ്സലാം. അൻവർ പൊട്ടിക്കല്ല്. ബഷീർ മോൻ അലൈക്കും സ്സലാം. ഷൗക്കത്ത് അധികാരിപ്പടി. ഖാലിദ് പടേനെ. ഖാലിദ് പടേന എന്ന് പറഞ്ഞാൽ പടന്നല്ലേ, കാസർഗോഡ് പടന്നല്ലേ. വാപ്പു പുളിക്കൽ. വാപ്പു ഞാൻ പുതിയതാണോ പഴയതാണോ? വാപ്പു പുളിക്കൽ സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും ആദ്യത്തെ ഒരു യാത്രാ സംഘത്തിലില്ല. ഷിഹാബുദ്ദീൻ മലബാർ ഞങ്ങളൊരു മെസ്സേജ് അയച്ചു, ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. മെസ്സഞ്ചറിലാണോ അയച്ചത്? ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ. നോക്കാതിരിക്കില്ല. തൃശ്ശൂർ 6 വയസ്സായ പൊന്നുമോൻ എന്താണ് പോയി. ആ മെസ്സേജ് പോയിട്ടോ. വരുന്നു പരാതികൾ, മെസ്സേജ് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. വരട്ടെ. ഇപ്പൊ ഒരു അസ്സലാമലൈക്കും എഴുതു കേട്ടോ ഷിയാബ് ഉസ്താദെ. വാട്സപ്പിലാണ്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഉണ്ടോ നോക്കാം. കുറേ ഗ്രൂപ്പ് ഇതൊക്കെ കണ്ടാണ്ട് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ വൈകി പോയിട്ട് അതാവും. ഐ ആം സോറി. എന്തായാലും അർജന്റ് ആണെങ്കിൽ നോക്കാട്ടാ. അബ്ദുൽ ഹക്ക് മുഹമ്മദ് ഐ ലവ് യു. ഇന്നി ഹബ്ബുക്കബില്ല. ശബ്ദം തകരാർ പൂർണ്ണമായി സുഖപ്പെടാൻ ഷബീർ ദാരിമി മടത്തക്കട. അന്നൊരു ദിവസം ദുആ ചെയ്യാൻ പറഞ്ഞതല്ലേ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചോനെ ഉസ്താദിന് രോഗശമനം നൽകണേ തമ്പുരാനെ. ആമീൻ പറ. ശബ്ദം തിരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. സൈനുദ്ദീൻ ഒളവട്ടൂർ ഉറങ്ങാൻ പോകുന്നു. നേരത്തെ ഉറങ്ങണം. നേതാക്കന്മാരൊക്കെ വളരെ നേരത്തെ ഉറങ്ങണം. പോയി ഉറങ്ങിക്കോളൂ. നമ്മൾ പിന്നെ ഇവർ പോയിട്ട് കുറേ ദിവസമായിട്ടൊന്നും ഇത്ര നേരം ഇരുന്നിട്ടില്ലല്ലോ. കൃത്യസമയത്ത് നിർത്തി സലാം പറഞ്ഞു പോലെ ഇന്ന് എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ തോന്നി. ചിലപ്പോൾ നാളെ മരിച്ചാലും ചിലപ്പോൾ അങ്ങനെ തോന്നും. ഇപ്പോൾ ഒരു 6199 എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതാണോ യൂസുഫ് ഉസ്താദെ? ഗൾഫ് എന്നുള്ള നമ്പർ അസ്സലാമലൈക്കും. അതാണോ നിങ്ങളുടെ നമ്പർ? വോയിസ് ഇട്ടുള്ളൂ കേട്ടോ. വാട്സപ്പിൽ വിളിക്കില്ല. വോയിസ് ഇട്ടുള്ളൂ, ഞാൻ കേൾക്കാം. ഇസ്മായിൽ CK ഞാൻ പുതിയതാണോ ഉസ്താദെ? അല്ല, പഴയതാണ്. പോകുന്നവരൊക്കെ സലാം പറഞ്ഞിട്ട് പോയിക്കോളൂ. നമ്മൾ അവസാനത്തെ തൂക്കു ജാമൻകുജ പാടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിർത്തിയെന്നർത്ഥം. മരണം പറയല്ലേ ഉസ്താദെ. മരണം എപ്പോഴും പറയേണ്ടതല്ലേ. ഞാനൊരു ലുക്കുമത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ തൊണ്ടയിൽ നിന്ന് ആമാശയത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് റൂഹിനെ പിടിച്ചു പോകുമോ എന്ന് ആലോചിക്കാതെ ഒരു തരി ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. MPS മേൽമുറി ഉസ്താദ് എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല. അക്കൗണ്ട് നമ്പർ കിട്ടിയാൽ മതിയായിരുന്നു. അഡ്മിൻസ് MPS മേൽമുറി എന്ന് പറഞ്ഞ സഹോദരൻ്റെ ഹബീബിൻ്റെ
ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂട്ടോ. അദ്ദേഹത്തിന് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല, അക്കൗണ്ട് നമ്പർ കൊടുക്കാനാണ് പറഞ്ഞത്. അക്കൗണ്ട് ഉണ്ടോ ഇന്ന്? ഇല്ലല്ലോ. എൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുക്കാറില്ല, നമ്മുടെ അഡ്മിൻ്റെ ഒരാളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ മതി. ഗൂഗിൾ പേ ചെയ്യാൻ പതിയൊന്നുമില്ല. നിങ്ങളുടെ പരിചയത്തിൽ ഗൂഗിൾ പേ ഉള്ള ഒരാളോട് കൊടുക്കാൻ പറഞ്ഞിട്ട് പൈസകൾ അദ്ദേഹത്തിന് കൊടുത്താലും മതി. അപ്പോൾ അവർ ഈ നമ്പറിൽ അയച്ചു കൊടുക്കും. ആപ്പ് വിളിക്കൽ പഴയതാണല്ലേ? ഓക്കെ. അബ്ദുള്ള പി കെ പാങ് ഞാൻ പുതിയതാണോ? അല്ല, അബ്ദുള്ള പാങ് മുമ്പുള്ളതാണ്. അബു ഹാദീബ് ആയിഷ അത് പുതിയ ഐഡിയ ആണ്, പുതിയ ഹബീബാണ്. റാജിയ റിയാസ്, ഞാൻ യാത്രാ സംഘത്തിലെ പെട്ടതായിരുന്നു, ഇപ്പൊ പെട്ടതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ ഹബീബിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാത്രമാണോ? അല്ല, ഈ 1 മുതലുള്ള ആൾക്കാർ ഏകദേശം ഒരു 10-25 100ൻ്റെ ഉള്ളിലുണ്ടായവർ, 1 മുതൽ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, 100ൻ്റെ ഉള്ളിലുണ്ടായവരാണ് നമ്മൾ സ്ഥിരമായി കണ്ടിട്ട് അവർ ഉള്ളതെന്ന് മനസ്സിലാണ്. 100ൻ്റെ ശേഷം വന്നതൊക്കെ ചിലത് പുതിയ ഹബീബികളാണ്. അവരോട് അത്രയും കണ്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല, ഇൻട്രാക്ട് ചെയ്യാൻ ഇരിക്കലില്ല. 100ൻ്റെ ശേഷം ഇങ്ങനെ ഇരിക്കാറില്ല, അതാണ് പരിചയമില്ലാതെ പോയത്. ഋഷാൽ 6 വയസ്സായ പൊന്നുമോൻ ഒരു ജ്യൂസ് മനപ്പാടമാക്കി. മാഷാ അല്ലാ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അള്ളാഹു ഓർമ്മശക്തി കൊടുക്കട്ടെ കുട്ടിക്ക്. 6 വയസ്സായ കുട്ടി ഒരു ജ്യൂസ് പഠിച്ചു എന്നിട്ടാ. ബാബ അഷ്റഫ്, ഞാൻ പുതിയതാണോ? ബാബ അഷ്റഫ് പുതിയതാണെന്ന് തോന്നാൻ കാരണം കമൻറ്റിലധികം വരാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസ്ലം മടാക്കര, മരണത്തെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണം കുറവാണ്. യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടേ മരണത്തെക്കുറിച്ചുള്ളൂ തോന്നുന്നുണ്ട്. ഹാസിബ് വെള്ളറക്കാട്, എൻ്റെ ആഗ്രഹം അതിനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല, ഒന്നുകൂടി കമൻറ്റ് ചെയ്തോളൂ. മുജീബ് റഹ്മാൻ, ഹിദായത്ത്. അള്ളാഹു നമുക്ക് അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ഉസ്താദിനും കുടുംബത്തിനും ദീർഘായുസ്സ് നൽകട്ടെ. ഇഷ്ക് മദീന. ഒരാളെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പോയിരുന്നല്ലോ. അല്ല, കമൻറ്റിൽ അല്ലാതെ വരക്കുന്നുണ്ടാവും. അബ്ദുൽ ഹക്ക് മുഹമ്മദ് സമീപ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇസാക്ക് വലിയകത്ത് കറുകമാണ്. സുഖം തന്നെയല്ലേ? മുജീബുർ റഹ്മാൻ മുൻഷികാരികളുടെ പ്രചരണത്തിലായിരുന്നു. നടക്കട്ടെ. ഷാനി ഖദീജ, പാങ്ങിൽ വരാറില്ലേ? ഏതു പാങ്ങാണ്? ചാവക്കാട് പാങ്ങാണോ മലപ്പുറത്തെ പാങ്ങാണോ? പാട്ട് കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഒരു പാട്ട് കൂടി വെക്കാം, ഞങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ. സുബൈർ മഞ്ചേരി, കുറച്ച് പുതിയതാണ്. ഷബീർ കുളപ്പുറത്ത്, മാഷാ അല്ലാ, താങ്ക് യു. അസ്മാ സുൽഫി അത്രക്ക് പഴയതല്ല, കുറച്ച് പഴയതുണ്ട്. മഅദിനി ഉസ്താദിന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവർക്ക് മോചനം നൽകട്ടെ. മഅദിനി ഉസ്താദിന് രോഗശമനം നൽകട്ടെ. അത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി സഹോദര ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അടിയിൽ നോക്കി അറിയാം. മഅദിനി ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു സംഘടനാ രംഗത്ത് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് കൂടുതൽ പറയുകയും പോസ്റ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത ആൾ ഞാനായിരിക്കും, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാതിട്ടാ. ഇന്നലെ മിഞ്ഞാന്നിട്ട് ആരുടെ കമൻ്റ് ഉണ്ടു ദ്വാരുന്നില്ലോ എന്നൊക്കെ. നമ്മൾ പേഴ്സണലായിട്ട് ഉസ്താദിന് വേണ്ടി ദ്വാരക്കൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ എപ്പോഴും ദ്വാര ചെയ്തിട്ടുണ്ട്. ആരുടെ എപ്പോഴത്തെ ദ്വാരാണ് സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഷൗക്കത്ത് അധികാരി പടി കണ്ടിട്ടുണ്ട്. ഇസ്മായിൽ CK കൊടുവള്ളി വരുന്നുണ്ട്. ഇപ്പം അടുത്തൊന്നും വരുന്നില്ല. 24-ാം തീയതി
നീലഗിരിയിലുണ്ട് കേട്ടോ 24-ാം തീയതി. നീലഗിരിയിലത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? ചാവക്കാട്, പട്ടാമ്പി, പെരിന്തൽമണ്ണ, വണ്ടൂർ, പാണ്ടിക്കാട്, നിലമ്പൂർ, നീലഗിരി, ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോഗ്രാം. അപ്പോൾ ആ റൂട്ടിലുള്ളവരൊന്ന് പറയുകയാണെങ്കിൽ വഴിയിലെവിടെയിൽ വെച്ചിട്ടൊക്കെ കാണാം. സന്തോഷം. ഓക്കെ, അപ്പോൾ പിരിയാട്ടാ. ഷിബ യൂസുഫ് അലി, ഞാൻ ഉസ്താദ്. പഴയതാണ്, പഴയ യാത്രാ സംഘത്തിലുണ്ട്. നവാസൻ കെ പഴയതാണ്. അബൂ താഹിർ, ജബ്ബാർ മാഷിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഏതാണ് ജബ്ബാർ മാഷ്? യുക്തിവാദി ജബ്ബാർ മാഷോ? ആരാ ചുങ്കത്തറക്കാരൻ? മുഫീദ് വാടിയിൽ. ചുങ്കത്തറ വഴിയല്ലേ നമ്മൾ പോണ റൂട്ടല്ലേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് പറഞ്ഞു മാത്രം. ആ റൂട്ടിലാണെങ്കിൽ കാണണമെന്ന് ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞത്, അല്ലാതെ അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നും നല്ലത്. ചിലർ പറയും ഒന്ന് പറഞ്ഞില്ലോ എന്നൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രം. 24-ാം തീയതി 5 മണിക്ക് നീലഗിരിയിലെ ചേരമ്പാടിയിലാണ് പരിപാടി. മനുഷ്യജാലിക തമിഴ്നാട്ടിൽ SKS നടത്താറ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ്. അല്ല, സോറി, 24-നാണ്. മനുഷ്യജാലികക്കാണ് പോകുന്നത്. ബാക്കി കേരളത്തിൽ എല്ലായിടത്തും ജനുവരി 26-നാണ്. അവിടെ മാത്രം തമിഴ്നാട്ടിൽ എപ്പോഴും 24-ന് നടത്തൽ. അൻവർ പൊട്ടിക്കല്ല് പഴയതാണ്. അങ്ങനെ മനുഷ്യജാലിക എവിടെയാണ്? അതന്നെ പറഞ്ഞത്. മനുഷ്യജാലിക 26-ന് തൃശ്ശൂരിലാണ്, ദേശമംഗലത്ത് വെച്ചിട്ടാണ് ഈ വർഷം നടക്കുന്നത്. 24-ാം തീയതി തമിഴ്നാട്ടിലെ മനുഷ്യജാലിക നീലഗിരിയിലെ ചേരമ്പാടി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആ റൂട്ടിൽ ആരെങ്കിലും നമ്മുടെ യാത്രാ സംഘത്തിലെ ആൾക്കാരുണ്ടോ നോക്കിയതാണ്. ഉണ്ടെങ്കിൽ അറിയിച്ചാൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. ഷാദി സീന, യാത്ര തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉസ്താദിൻ്റെ എല്ലാ പ്രഭാഷണവും കേൾക്കുന്ന ആളാണ്. എവിടെയാണോ വീട്? ഓവൈസി പതിയങ്ങൽ, അടുത്ത ജാലിയൊക്കെ ആലപ്പുഴ. ഇൻഷാ അല്ലാഹ് അതിപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. മുഫീദ് വാടിയിൽ, നിലമ്പൂർ ചുങ്കത്തറക്കാരൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചുങ്കത്തറയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം കേട്ടോ. $157 ഇപ്പോഴുണ്ട്, പോണില്ല എല്ലാവരും. ഇഷാഖ് അലി, ഞാൻ യാത്രാ സംഘത്തിന് കുറച്ച് പിറകെ വരുന്ന ആളാണ്, ഒപ്പം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്. ലത്തീഫ് കുന്നുംപുറ, വണ്ടിയിട്ട് വന്നാൽ നമുക്ക് പോവാം. 4 വണ്ടിക്ക് വീട്ടിൽ വെറുതെ കിടക്കുകയല്ലേ. റൂട്ട് പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ ആക്കും. അതന്നെ ആവും. മഞ്ചേരി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, വണ്ടൂർ, നിലമ്പൂർ അങ്ങനെ പോവാം. മഞ്ചേരി നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വാപ്പു CMD, വണ്ടൂരാണോ വീട്? ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസം ലൈവ് ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാമല്ലോ. ഉസ്താദിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് പൂക്കോട്ടുംപടിയിലെ രാവാണ്. ആഫിയത്തിൽ പൂക്കോട്ടുംപടിയിലെ രാവാണെന്ന് പറഞ്ഞ എന്താണ് പൂക്കോട്ടുംപടി? പൂക്കാട്ടുപടി, ആലുവ പൂക്കാട്ടുപടിയിലല്ലേ? യെസ്. ആലുവ പൂക്കാട്ടുപടിയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റബീഉൽ അവ്വൽ. അതായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ
ശിഹാബ് തങ്ങൾ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കേരളത്തിൽ ജാലിയക്ക് തൃശ്ശൂരാന്ന് ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂരത്തെ ദേശമംഗലത്ത് വെച്ചിട്ടാണ്. മണ്ണാർക്കാട് വരുന്നുണ്ടോ? ഇല്ല, പഠിത്തമൊന്നുമില്ല. പിന്നെ ആരാ? അപ്പം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? മുഹമ്മദ് ബഷീർ STPI സിന്ദാബാദ്. അതെന്താണ് ഇതിൻ്റെ ഇടയിൽ STPI സിന്ദാബാദ് എന്നിട്ട്? മനസ്സിലായി. ഇവാദ് തസ്കിയത്ത് ക്യാമ്പിൽ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാട്ടാ. നിങ്ങൾ പോവാതിരുന്നിട്ടല്ലേ എനിക്ക് സുഖമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുങ്കത്തറ വരുമ്പോൾ കാണാം വാപ്പു, പള്ളിക്കൽ വാപ്പു. ചുങ്കത്തറ കൂടെ പാസ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് നമ്പറൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ ഏത് സമയത്ത് അതിൽ പോകുമെന്ന് എനിക്കറിയില്ല. ഏലംകുളത്ത് ഫെബ്രുവരി 11-നില്ലേ? ഏലംകുളം പെരിന്തൽമണ്ണ ഏലംകുളത്ത് ഫെബ്രുവരി 11-ന് വരുന്നുണ്ട്. ഹുസൈൻ ഫൈസി ജാലിയക്ക് പ്രസംഗം എവിടെയാണ്? ജാലിയക്ക് തന്നെയാണ്. ജനുവരി 24-ന് ചേരമ്പാടി, 26-ന് ദേശമംഗലം. നസീർ മംഗലാപുയത്താണോ? മംഗലാപുയത്താണോ? മനസ്സിലായില്ല. രണ്ട് മണിക്കൂർ കഴിഞ്ഞു എന്നല്ലേ? അഡ്മിനെ ബന്ധപ്പെട്ടാൽ മതി. അഡ്മിൻ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടാൽ അറിയും. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മൾക്ക് ഖൈറിൻ്റെ അഖിലുകാരാക്കട്ടെ. പരമാവധി ഒന്ന് ഷെയർ ചെയ്തോളൂ. താങ്ക് യു ആൾ. പെരിന്തൽമണ്ണ എപ്പോഴെത്തുന്നു ഇപ്പം പറയാൻ പറ്റില്ല. എവിടുന്ന് എപ്പോഴാണ് പുറപ്പെടുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം. അപ്പോൾ അതിൻ്റെ റൂട്ട് മനസ്സിലാകുമല്ലോ. ചാപ്പനങ്ങാടി ഭാഗത്ത് വരുന്നുണ്ടോ? ഇല്ല.